ചട്ടങ്ങൾ മറികടന്ന പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് വിപിൻ വിജയന്റെ വിഷയത്തിൽ മാത്രം ചട്ടങ്ങൾ മറികടക്കപ്പെടുന്നത്. ബാക്കിയുള്ള ആളുകളുടെ വിഷയത്തിൽ ഈ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്. ഈ പറയുന്ന റിസർച്ച് സ്കോളറെയും ചെയർപേഴ്സണെയും പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി സൂപ്പർവൈസിംഗ് ടീച്ചറുടെ റോൾ അവസാനിച്ചു. പിന്നെ സൂപ്പർവൈസിംഗ് ടീച്ചർ സംസ്കൃതത്തിൽ സംസാരിക്കണമെന്ന് പറയാൻ എന്താണ് അധികാരം? താന്ത്രിക ദർശനത്തെ സംബന്ധിച്ചാണ് തേജസ് നമ്പൂതിരി ഗവേഷണം ചെയ്തിരിക്കുന്നത്. അവതരിപ്പിച്ചിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. എന്തുകൊണ്ട് സംസ്കൃതവാദിയായ CN വിജയകുമാരി സ്വന്തം ശിഷ്യനോട് സംസ്കൃതത്തിൽ തന്നെ എഴുതണമെന്ന് പറഞ്ഞില്ല? അപ്പൊ ബ്രാഹ്മണർക്ക് പ്രത്യേക സവിശേഷതയാണ്. അവരേത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാമെന്നല്ല ഒരു സന്ദേശമല്ലേ CN വിജയകുമാരി പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ വിപിൻ വിജയന് സംസ്കൃതം അറിഞ്ഞുകൂടാ എന്ന് സ്ഥാപിക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനൊരു വാദം ഉന്നയിച്ചത് എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിയുന്നു. എന്തുകൊണ്ടാണ് വിപിൻ വിജയനെ പോലെയുള്ള ഒരാളോട് CN വിജയകുമാരി ഇങ്ങനെ ഇടപെടുന്നതിന് കാരണം എന്താണെന്ന് അവരുടെ തീസീസ് പരിശോധിച്ച് നമുക്ക് വ്യക്തമാകും. CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ബ്രാഹ്മണികമായ ലോകവീക്ഷണമാണ്. ശ്രേണീകൃത അസമത്വത്തിൻ്റെ ലോകവീക്ഷണമാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. ഇത് കേവലം CN വിജയകുമാരിയും വിപിൻ വിജയനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ തർക്കത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ പ്രശ്നമല്ല. ഹിന്ദുത്വ അജണ്ടയാണ് കേരള സർവകലാശാലയിലെ ഓപ്പൺ വൈവയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിലൂടെ തെളിഞ്ഞു വന്നിരിക്കുന്നുള്ളതാണ് നമ്മൾ കാണുന്നത്. അധ്യാപകനും സാമൂഹ്യ ചിന്തകനുമായ ഡോക്ടർ TS ശ്യാംകുമാറാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ശ്യാംകുമാർ, നമസ്കാരം. നമസ്കാരം. നമ്മൾ ഈ സംസാരിക്കുന്ന ഈ സമയമെന്ന് പറയുന്നത് ക്യാമ്പസുകൾ പോലും ഭയങ്കര കലുഷിതമായിരിക്കുന്ന ഒരു സമയമാണ്. ഇപ്പോൾ കേരളയിൽ നിന്ന് ഉയർന്നു വന്ന ജാതി അധിക്ഷേപ വിവാദം അത് നമ്മളെല്ലാം ഉദ്ദേശിക്കുന്ന പരിധിയും കടന്നു പോയിരിക്കുകയാണ്. ഇനി ഏറ്റവും ബേസിക് ആയൊരു ചോദ്യം അതിൽ നിന്ന് തുടങ്ങാം. ഈ വിഷയത്തിൽ തന്നെ ശരിക്കും എങ്ങനെയാണ് താങ്കൾ ഈ വിഷയത്തെ നോക്കിക്കാണുന്നത്? ഞാൻ അതിൽ നിന്ന് തുടങ്ങാം. ഇത് സംസ്കൃത ഗവേഷണത്തെ സംബന്ധിച്ച് മാത്രമല്ല, കേരളത്തിൽ നടക്കുന്ന ഗവേഷണത്തെ സംബന്ധിച്ച മൗലികമായ നിരവധി പ്രശ്നങ്ങളാണ് കേരള സർവകലാശാലയിലെ വിപിൻ വിജയൻ്റെ ഓപ്പൺ വേയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ ഉരുത്തിരിയുന്നത്. അല്ലെങ്കിൽ നമ്മൾ അതിനെ നോക്കിക്കാണേണ്ടത് ആ നിലയ്ക്കാണ്. ഇത് കേവലം ഒരു ഓപ്പൺ വൈവയുടെ പ്രശ്നം മാത്രമായിട്ട് ചുരുക്കി കാണേണ്ട ഒന്നല്ല എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ സർവകലാശാലയുടെ പ്രോട്ടോക്കോൾ, ഓപ്പൺ വൈവയെ സംബന്ധിച്ച പ്രോട്ടോക്കോൾ, അതിൻ്റെ ചട്ടങ്ങൾ സമ്പൂർണ്ണമായിട്ട് ലംഘിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളത് ഒരു വിഷയം. രണ്ടാമത്തെ വിഷയം, തൻ്റെ തന്നെ അധികാരങ്ങളെ ദുർവിനിയോഗം ചെയ്തുകൊണ്ടും ഇല്ലാത്ത അധികാരം ഉപയോഗിച്ചുകൊണ്ടും വിപിൻ വിജയനെ ജാത്യധിക്ഷേപം നടത്തുകയും അപമാനിക്കുകയും അക്കാദമി നൈതികതയെ തന്നെ സമ്പൂർണ്ണമായിട്ട് ഉല്ലംഘിച്ചുകൊണ്ടും സർവകലാശാലയുടെ സംസ്കൃത വിഭാഗം മേധാവിയും ഡീനുമായ വിജയകുമാരിയുടെ പ്രവൃത്തിയെ തന്നെ നോക്കിക്കാണേണ്ട ഒരു സാഹചര്യമുണ്ട്. എങ്ങനെയൊക്കെയാണ് ഇവർ പ്രവർത്തിച്ചത്? ചട്ടങ്ങൾ ലംഘിച്ച്, അക്കാദമിക നൈതികത ലംഘിച്ച് ഒക്കെ എങ്ങനെ പെരുമാറി എന്നുള്ളത് കേരളത്തിലെ ഉന്നത വിദ്യാഭ്യാസ മേഖല നേരിടുന്ന പ്രതിസന്ധികളും അതുപോലെ തന്നെ എങ്ങനെയാണ് ഹിന്ദുത്വ ശക്തികൾ കേരളത്തിൻ്റെ വിദ്യാഭ്യാസ മേഖലയെ പിടിമുറുക്കുന്നത് എന്നത് സംബന്ധിച്ചുള്ള ആഴമേറിയ ധാരാളം പ്രശ്നങ്ങൾ ഈ വിഷയത്തിലൂടെ അനാവരണം ചെയ്യപ്പെടുന്നുണ്ട് എന്നുള്ളതാണ് അടിസ്ഥാനപരമായ പ്രശ്നമായിട്ട് നമ്മൾ കാണേണ്ടത്. ഇപ്പോൾ താങ്കൾ ഈ പറഞ്ഞൊരു കാര്യം, ഈ വിഷയം പ്രൈമറിലി ചർച്ച ചെയ്യപ്പെട്ടത് ഒരു ജാതി അധിക്ഷേപം, ഒരു ഡീൻ ഒരു PhD വിദ്യാർത്ഥിക്ക് നേരെ നടത്തിയ ഒരു അധിക്ഷേപം എന്ന രീതിയിൽ മാത്രമാണ്. പക്ഷെ പിന്നീടുള്ള ദിവസങ്ങളിലാണ് ഇത് ഈ സർവകലാശാല ചട്ടങ്ങൾ എങ്ങനെയാണ് മറികടക്കപ്പെടുന്നത്, അതിലുണ്ടായ ഫോൾട്ടുകൾ എന്തൊക്കെയാണ്, ചെയർപേഴ്സണെ അല്ലെങ്കിൽ എങ്ങനെയാണ് മറികടക്കപ്പെട്ടത്, ഇത്തരം ഒരുപാട് കാര്യങ്ങൾ വലിയ ചർച്ചയായി. അപ്പോൾ ഒരു ജാതി അധിക്ഷേപം എന്നതിലുപരി ഈ ചട്ടങ്ങൾ മറികടന്നു എന്നുള്ളൊരു ആംഗിൾ കൂടി അതിന് വന്നു. ശരിക്കും അതൊന്നുകൂടി ഡീറ്റെയിൽ ആക്കാം. എങ്ങനെയാണ് ഈ ചട്ടങ്ങൾ മറികടക്കപ്പെട്ടത്? ഓപ്പൺ ഡിഫൻസിൻ്റെ ആ വീഡിയോ ഒക്കെ നമ്മൾ ഒരുപാട് കണ്ടതാണ്. അപ്പോൾ ആ ചട്ടങ്ങൾ എങ്ങനെയാണ് മറികടക്കപ്പെട്ടതെന്ന് വിശദീകരിക്കാമോ? ഈ ചട്ടങ്ങൾ മറികടന്ന പ്രശ്നം നമ്മൾ പരിശോധിക്കുമ്പോഴാണ് എന്തുകൊണ്ടാണ് വിപിൻ വിജയന്റെ വിഷയത്തിൽ മാത്രം ചട്ടങ്ങൾ മറികടക്കപ്പെടുന്നത്. ബാക്കിയുള്ള ആളുകളുടെ വിഷയത്തിൽ ഈ രീതിയിൽ ഈ ഇത്തരം പ്രശ്നങ്ങളൊന്നുമില്ലാതെ സുഗമമായി നടന്നു പോകുന്നത് എന്തുകൊണ്ടാണ്? അഥവാ സർവകലാശാലയിലെ എല്ലാ ഓപ്പൺ വൈവയും ഇത്തരത്തിൽ സംഘർഷഭരിതവും അതുപോലെ തന്നെ സങ്കീർണവുമായിട്ടാണോ നടന്നു വരുന്നത്? വിജയകുമാരി എന്ന് പറയുന്ന ഡീൻ സംസ്കൃത വിഭാഗം മേധാവി അവർ ആ സ്ഥാനത്ത് അവരോധിക്കപ്പെട്ടതിന് ശേഷം, അല്ലെങ്കിൽ സംസ്കൃത വിഭാഗത്തിൽ അവർ അധ്യാപികയായി പ്രവേശിപ്പിക്കപ്പെട്ട് റിസർച്ച് ഗൈഡായി വന്നതിന് ശേഷം അവിടെ നടന്നിട്ടുള്ള എല്ലാ PhD ഓപ്പൺ വൈവയും ഇത്തരത്തിലാണോ നടന്നിട്ടുള്ളത് എന്നൊക്കെ നമ്മൾ പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. അതിനു മുമ്പ് എന്താണ് കേരള സർവകലാശാലയിലെ ഒരു ഓപ്പൺ വേയുമായി ബന്ധപ്പെട്ട നിയമങ്ങളും ചട്ടങ്ങളും, എന്താണ് സർവകലാശാല അത് സംബന്ധിച്ച് പുറപ്പെടുവിച്ചിട്ടുള്ള പ്രോട്ടോക്കോൾ എന്നൊക്കെ നമുക്കൊന്ന് വിശകലനം ചെയ്യേണ്ടതായിട്ടുണ്ട്. അതുകൊണ്ട് കേരള സർവകലാശാല പുറപ്പെടുവിച്ചിട്ടുള്ള 23/6/2022 യൂണിവേഴ്സിറ്റി ഓഫ് കേരള PhD തീസിസ് ഓപ്പൺ ഡിഫൻസ് ഗൈഡ് ലൈൻസ്
പ്രൊഫോമ ആൻഡ് ഡോക്യുമെന്റ്സ് ടു ബി സബ്മിറ്റഡ് അപ്രൂവ്ഡ് ഓർഡേഴ്സ് ഇഷ്യൂഡ് എന്ന് പറയുന്ന പേപ്പറിൽ വളരെ കൃത്യമായിട്ട് പ്രോട്ടോകോൾ പറയുന്നുണ്ട്. ആ പ്രോട്ടോകോളിലൂടെ നമുക്കൊന്ന് കടന്നു പോകാം, വിശദമായി തന്നെ കടന്നു പോകാം. അതിലൊരിടത്ത് പറയുന്നത് ദ ഓപ്പൺ ഡിഫൻസ് ഷാൾ ബി കണ്ടക്റ്റഡ് ഇൻ ഹൈബ്രിഡ് മോഡ്. എ മിനിമം ഓഫ് 20 പാർട്ടിസിപ്പൻസ് കൺസിസ്റ്റിംഗ് ഓഫ് ഫാക്കൽറ്റി മെമ്പേഴ്സ് ആൻഡ് റിസർച്ച് സ്കോളേഴ്സ് ഷാൾ ബി പ്രസൻറ്റ് ഇൻ ഓഫ്ലൈൻ മോഡ് എന്ന് പറയുന്നു. അപ്പോൾ ഓഫ്ലൈനായിട്ടും പങ്കെടുക്കാം. ഇപ്പോഴത്തെ ഒരു കോവിഡിൻ്റെ സാഹചര്യത്തിന് ശേഷം ഓൺലൈനായിട്ട് ഗൂഗിൾ മീറ്റിലൂടെ പങ്കെടുക്കുന്ന സാഹചര്യമുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട സംഗതി എന്ന് പറയുന്നത് ദ സൂപ്പർവൈസിംഗ് ടീച്ചർ അഥവാ കൺവീനർ ഷാൾ എക്സ്റ്റെൻഡഡ് ഇൻവിറ്റേഷൻ ഫോർ ദ ഓപ്പൺ ഡിഫൻസ് ടു ഓൾ ദ പാർട്ടിസിപ്പൻസ്. സൂപ്പർവൈസിംഗ് ടീച്ചർ അല്ലെങ്കിൽ റിസർച്ച് ഗൈഡാണ് ഇതിൽ പങ്കെടുക്കുന്ന ആളുകൾക്കുള്ള ഇൻവിറ്റേഷൻ അയക്കുന്നത്. അത് ഗൂഗിൾ മീറ്റ് ആണെങ്കിൽ ഗൂഗിൾ മീറ്റ് ലിങ്ക് അയച്ചു കൊടുക്കേണ്ടത് സൂപ്പർവൈസിംഗ് ടീച്ചറാണ്. അല്ലാതെ സംസ്കൃത വിഭാഗം മേധാവിക്ക് ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കാൻ അധികാരമില്ല. ഇൻവിറ്റേഷൻ അയച്ചു കൊടുക്കേണ്ടത് റിസർച്ച് ഗൈഡ് മാത്രമായിരിക്കണമെന്നാണ് പ്രോട്ടോകോളിൽ വളരെ കൃത്യമായി പറയുന്നത്. ഇതെടുത്തു പറയാൻ കാരണം തേജസ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ ഇതിൽ പങ്കെടുക്കുന്നതായിട്ട് കാണുന്നുണ്ട്. അദ്ദേഹം നിരവധി ചോദ്യങ്ങൾ ഉന്നയിക്കുന്നുമുണ്ട്. പക്ഷേ പങ്കെടുക്കുന്നവരുടെ ലിസ്റ്റ് നോക്കുമ്പോൾ തേജസ് നമ്പൂതിരി ആ ലിസ്റ്റിൽ നമ്മൾ കാണുന്നില്ല. അത് നമുക്ക് വിശദമായി പരിശോധിക്കേണ്ട ഒരു വിഷയമാണ്. The supervising teacher shall control the online process of the open defense. ഈ ഓപ്പൺ ഡിഫൻസിൻ്റെ ഓൺലൈൻ പ്രോസസ്സ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത് സൂപ്പർവൈസിംഗ് ടീച്ചർ ആയിരിക്കണമെന്നാണ് പറയുന്നത്. ദ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ്, ചെയർപേഴ്സൺ ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റൽ ഡോക്ടറൽ കമ്മിറ്റി ഓഫ് ദ സബ്ജക്ട് കൺസേൺഡ് ഷാൾ അറേഞ്ച് ഓൾ നെസസറി ഫെസിലിറ്റീസ് ഫോർ ദ സ്മൂത്ത് കണ്ടക്ട് ഓഫ് ദ ഓപ്പൺ ഡിഫൻസ്. വളരെ സുഗമമായ രീതിയിൽ ഓപ്പൺ ഡിഫൻസ് കൈകാര്യം ചെയ്യേണ്ടത് ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ചുമതലയാണ്. ഇവിടെ ഡോക്ടർ CN വിജയകുമാരി ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല ഡീനാണ്. ഡീൻ എന്താണ് ചെയ്യേണ്ടത് എന്നും കേരള യൂണിവേഴ്സിറ്റിയുടെ ചട്ടത്തിൽ പറയുന്നുണ്ട്. ദ ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി കൺസേൺഡ് വിൽ ബി ദ റെപ്രസെൻറ്റേറ്റീവ് ഓഫ് ദ യൂണിവേഴ്സിറ്റി ആൻഡ് ഷാൾ ഫങ്ഷൻ ആസ് ഒബ്സർവർ ഓഫ് ദ ഓപ്പൺ ഡിഫൻസ്. ഒരു നിരീക്ഷകയാണ്, യൂണിവേഴ്സിറ്റിയുടെ പ്രതിനിധിയായിട്ട് നിരീക്ഷകയായിട്ടാണ് പങ്കെടുക്കേണ്ടത്. അധികാരമൊന്നുമില്ല, ഒരു നിരീക്ഷകയാണ്. അപ്പൊ ഡോക്ടർ CN വിജയകുമാരി ഈ പരിപാടിയിൽ പങ്കെടുക്കുന്നത് രണ്ട് തരത്തിലാണ്. ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റ് എന്ന നിലയ്ക്കും ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി എന്ന നിലയ്ക്കും. ഡീൻ ഓഫ് ദ ഫാക്കൽറ്റി എന്ന നിലയ്ക്കാണെങ്കിൽ അവർ ഒബ്സർവർ മാത്രമാണ്. HOD എന്ന നിലയ്ക്കാണെങ്കിൽ ഈ പരിപാടി സുഗമമായി നടത്തിക്കൊണ്ടുപോകേണ്ട ചുമതലയുള്ള ആളാണ്. പക്ഷെ ഇത് രണ്ടും ലംഘിച്ചു. കാരണം ഒബ്സർവർ ആയിരിക്കേണ്ട ആള് ചെയർപേഴ്സന്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ച് സ്വന്തമായിട്ട് തന്നെ വിപിൻ വിജയൻ ഈ PhD കൊടുക്കാൻ പാടില്ല എന്ന് അനൗൺസ് ചെയ്യുന്ന ഒരു സാഹചര്യം വരെ ഉണ്ടായി. ഒബ്സർവർ എന്ന നിലയ്ക്ക് എന്താണ് അവർ ചെയ്യേണ്ടത്? ഒബ്സർവർ എന്ന നിലയ്ക്ക് എന്തെങ്കിലും ഈ തീസീസിനെ സംബന്ധിച്ച് ഓപ്പൺ വൈവയെ സംബന്ധിച്ച് എന്തെങ്കിലും അതൃപ്തി ഉണ്ടെങ്കിൽ, ഈ PhD വിദ്യാർത്ഥി തൃപ്തികരമായിട്ടല്ല ഓപ്പൺ വൈ നടത്തിയതെങ്കിൽ അത് റിപ്പോർട്ട് ചെയ്യാൻ മാത്രമേ അധികാരമുള്ളൂ. ആ പരിപാടി അലങ്കോലമാക്കാനും ചെയർപേഴ്സന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങാനും ഒരിക്കലും ഡോക്ടർ CN വിജയകുമാരിക്ക് അധികാരമില്ല. പക്ഷെ പുറത്തു വന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാകുന്ന എന്താണ്? ചെയർപേഴ്സന്റെ കയ്യിൽ നിന്ന് മൈക്ക് പിടിച്ചു വാങ്ങുന്ന, സ്വന്തം നിലയ്ക്ക് അധികാരം പ്രയോഗിക്കുന്ന, സ്വന്തം നിലയ്ക്ക് PhD കൊടുക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ വീഡിയോയിലൂടെ കണ്ടത് എന്നുള്ളതാണ്. മറ്റൊരു കാര്യം, the supervising teacher shall introduce the chairperson of the board of examiners, who is the external examiner appointed by the vice chancellor and also the research scholar. അപ്പോൾ സൂപ്പർവൈസിംഗ് ടീച്ചർ റിസർച്ച് സ്കോളറിനെയും അതുപോലെ തന്നെ എക്സ്റ്റേണൽ എക്സാമിനറെയും പരിചയപ്പെടുത്തണം. അതോടുകൂടി സൂപ്പർവൈസിംഗ് ടീച്ചറുടെ ജോലി കഴിഞ്ഞു. Then the proceedings shall be handed over to the chairperson of the open defense. ചെയർപേഴ്സൺ ആണ് പിന്നെ കാര്യങ്ങളെല്ലാം ചെയ്യേണ്ടത്. HODക്ക് അവിടെ യാതൊരു അധികാരവും. HOD എന്ന നിലയ്ക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു കമന്റ് എങ്കിലും പറയാമെന്നല്ലാതെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് ഇടപെടാൻ അധികാരമില്ല. ചെയർപേഴ്സൺ ഷാൾ മേക്ക് ദ ഓപ്പണിംഗ് റിമാർക്സ് ആൻഡ് ഷാൾ ഇൻവൈറ്റ് ദ റിസർച്ച് സ്കോളർ ടു പ്രസന്റ് ഹിസ് ഓർ ഹെർ തീസിസ്. ചെയർപേഴ്സൺ ആണ് റിസർച്ച് സ്കോളറെ ക്ഷണിച്ച് അവതരിപ്പിക്കാനായിട്ട് ക്ഷണിക്കുന്നത്. Research scholar shall then do the presentation of his her thesis. The duration of the presentation shall be between 30 to 45 minutes. അതിനുള്ളിൽ ഈ 30-40 മിനിറ്റിനുള്ളിൽ പ്രസന്റേഷൻ പൂർത്തീകരിച്ചിരിക്കണം. ഇനിയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്. ആഫ്റ്റർ ദ പ്രസന്റേഷൻ ബൈ ദ കാൻഡിഡേറ്റ്, ദ പാർട്ടിസിപ്പൻസ് ഓഫ് ദ ഓപ്പൺ ഡിഫൻസ് ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദി തീസിസ്.
ദ കാൻഡിഡേറ്റ് ആസ് ടു ആൻസർ ദ ക്വസ്റ്റ്യൻ കൺവിൻസിംഗ്ലി. തൃപ്തികരമായിട്ട് മറുപടി പറയണം. അപ്പോഴും ഒരു പ്രധാനപ്പെട്ട ചോദ്യമുണ്ട്, ക്യാൻ ആസ്ക് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ആക്ച്വൽ കണ്ടന്റ് ഓഫ് ദ തീസീസ്. തീസീസിന്റെ കണ്ടന്റിനകത്ത് നിന്നുകൊണ്ട് വേണം ചോദ്യങ്ങൾ ചോദിക്കാൻ. തീസീസിന്റെ കണ്ടന്റിന് പുറത്ത് ചോദ്യം ചോദിച്ചിട്ടൊരു കാര്യമില്ല. മറ്റൊരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, അലോയിങ് ഓർ നോട്ട് അലോയിങ് എനി ക്വസ്റ്റ്യൻ to be raised by the participants during the open defense is the privilege of the chairperson, who is the external examiner. ഇതാണ് പ്രധാനപ്പെട്ട വിഷയം. ചെയർപേഴ്സന്റെ അധികാര പരിധിയിലുള്ളതാണ് ചോദ്യങ്ങൾ അനുവദിക്കുകയോ നിരസിക്കുകയോ ചെയ്യുന്നുള്ളത് ചെയർപേഴ്സന്റെ അധികാരമാണ്. HODക്കോ സൂപ്പർവൈസിംഗ് ടീച്ചർക്കോ അവിടെ യാതൊരു റോളുമില്ല, ഡീനിന് ഒട്ടും റോളില്ല. പക്ഷേ ചെയർപേഴ്സന്റെ ഈ അധികാരത്തെ കവർന്നെടുത്തുകൊണ്ടും നിരസിച്ചുകൊണ്ടുമാണ് CN വിജയകുമാരി ആ പരിപാടിയിൽ ഇടപെട്ടതെന്നുള്ളതാണ്. ഒബ്സർവർ മാത്രമാണ് അവർ. HOD എന്ന നിലയ്ക്ക് കമന്റ് പറയാൻ പോലും അധികാരവും ഇല്ല. ഇനി നമ്മൾ ഇപ്പോൾ നിലവിൽ ഈ ഓപ്പൺ വൈവേയിൽ പങ്കെടുത്ത ആളുകളുടെ ലിസ്റ്റ് പുറത്തു വന്നിട്ടുണ്ട്. അതിൻ്റെ സ്ക്രീൻഷോട്ടുകളൊക്കെ വളരെ കൃത്യമായിട്ട് പുറത്തു വന്നിട്ടുണ്ട്. അതിനകത്ത് തേജസ് നമ്പൂതിരി എന്ന് പറയുന്ന ഒരാൾ ഒരു ചോദ്യം ഗൂഗിൾ മീറ്റിൽ ഒരു ചോദ്യം ചോദിച്ചിട്ടുണ്ട്. അതിങ്ങനെയാണ്, മെനി ഓഫ് ദ പാർട്ടിസിപ്പൻസ് വെയർ ഫോഴ്സ്ഫുള്ളി മൂവ് ഔട്ട് ബൈ ദ അഡ്മിൻ എന്നാണ് തേജസ് നമ്പൂതിരി എഴുതിയിരിക്കുന്നത്. അഡ്മിൻ ബലമായിട്ട് അവരെ പുറത്താക്കി എന്നാണ്. നമുക്ക് ലഭ്യമായ വിവരം അനുസരിച്ച് ചെയർപേഴ്സൺ തന്നെ പുറത്താക്കിയെന്നാണ് ലഭ്യമായ വിവരം. തന്നെയല്ല, ഇനി അങ്ങനെ ഇല്ലെങ്കിൽ പോലും ആ ചോദ്യം അനുവദിക്കണമോ അനുവദിക്കണ്ടായോ അനുവദിക്കാതിരിക്കുക എന്നുള്ളത് അതിൻ്റെ ചുമതല ചെയർപേഴ്സണാണ്. ഇങ്ങനെ നിർബന്ധമായിട്ടും തേജസ് നമ്പൂതിരിയുടെ ചോദ്യങ്ങൾക്കെല്ലാം മറുപടി പറഞ്ഞു കൊള്ളണം എന്ന് നിർബന്ധമില്ല. ആ ചോദ്യങ്ങൾ അനുവദിക്കേണ്ടത് ആരാണ്? ചെയർപേഴ്സണാണ്. ഇതിനകത്ത് മറ്റൊരു മിനി എസ് എന്ന് പറയുന്ന ഒരാൾ അവരുന്നയിച്ച ചോദ്യം, റിസർച്ച് ഗൈഡ് പ്ലീസ് ആസ്ക് ഇൻ സംസ്കൃതം, PhD ഈസ് ഇൻ സംസ്കൃതം ഈസ് നോട്ട് എന്ന് മിനി എസ് എന്ന് പറയുന്ന ഈ ഗൂഗിൾ മീറ്റിൽ പങ്കെടുത്ത ഒരാൾ ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. റിസർച്ച് ഗൈഡ് സംസ്കൃതത്തിൽ സംസാരിക്കണം. ശ്രദ്ധിക്കുക, പ്ലീസ് സ്പീക്ക് ഇൻ സംസ്കൃതം എന്ന് എഴുതിയിരിക്കുന്നത്. ഇംഗ്ലീഷിലാണെങ്കിൽ പ്ലീസ് സ്പീക്ക് ഇൻ സാൻസ്ക്രിറ്റ് എന്ന് വേണം എഴുതാൻ. സംസ്കൃതം എന്ന് പറയില്ല, സാൻസ്ക്രിറ്റ് എന്ന് വേണം പറയാൻ. തന്നെയല്ല, ഇവിടുത്തെ പ്രധാനപ്പെട്ട ചോദ്യം, റിസർച്ച് ഗൈഡിന് സംസാരിക്കേണ്ട ഒരു കാര്യവും ഇല്ല. ഈ പറയുന്ന റിസർച്ച് സ്കോളറെയും ചെയർപേഴ്സണെയും പരിപാടിയിലേക്ക് ഇൻവൈറ്റ് ചെയ്ത് കഴിയുന്നതോടുകൂടി സൂപ്പർവൈസിംഗ് ടീച്ചറുടെ റോൾ അവസാനിച്ചു. പിന്നെ സൂപ്പർവൈസിംഗ് ടീച്ചർ സംസ്കൃതത്തിൽ സംസാരിക്കണമെന്ന് പറയാൻ എന്താണ് അധികാരം? മിനിയസ് എന്ന് പറയുന്ന ഒരു കാഴ്ചക്കാരിക്ക് ഇനി ഓപ്പൺ വൈവേക്ക് എന്തെങ്കിലും ചോദ്യങ്ങൾ ചോദിക്കാൻ അർഹതയുണ്ടെങ്കിൽ പോലും ആ ചോദ്യം അനുവദിക്കേണ്ടത് ഈ പറയുന്ന എക്സ്റ്റേണൽ എക്സാമിനർ ആയിട്ടുള്ള ഓപ്പൺ വൈയുടെ ചെയർപേഴ്സണാണ്. അപ്പോൾ ഓപ്പൺ വൈയുടെ ചെയർപേഴ്സണെ തന്നെ മറികടന്നുകൊണ്ട് റിസർച്ച് ഗൈഡ് സംസ്കൃതത്തിൽ സംസാരിക്കണമെന്ന് പറയാൻ എന്താണ് അധികാരം? ഒരു കാഴ്ചക്കാരി എന്ന നിലയ്ക്ക്, അതിൽ പങ്കെടുക്കുന്ന ഒരാളെന്ന നിലയ്ക്ക് യാതൊരു അധികാരവും ഇല്ല. തന്നെയല്ല, ഓപ്പൺ വൈവേയിൽ സംസ്കൃതത്തിൽ തന്നെ സംസാരിച്ചു കൊള്ളണമെന്ന് ഇന്ത്യയിലെ ഒരു സർവകലാശാലയിലും നിയമമില്ല. അതാണ് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെട്ട ഒരു കാര്യം. കാരണം ഈ ഓപ്പൺ വൈവേയിൽ ഇപ്പോൾ ഓപ്പൺ വൈവേ എന്നല്ല, ഇപ്പോൾ സംസ്കൃതം PhD ചെയ്യുന്ന ആളും എന്തായാലും അദ്ദേഹം സംസ്കൃതത്തിൽ തന്നെ പ്രസന്റ് ചെയ്യണോ, അത് ഭയങ്കര ചർച്ച ചെയ്യപ്പെട്ടൊരു കാര്യമാണ്. ശരിക്കും അതിലൊരു കൺഫ്യൂഷൻ മാറ്റണം നമുക്ക്. എങ്ങനെയാണ് അതില് മലയാളത്തിൽ തന്നെ സംസാരിക്കണം എന്നുണ്ടായിരിക്കാം, ഇംഗ്ലീഷിൽ തന്നെ ഉണ്ടായിരിക്കാമല്ലോ, എങ്ങനെയാണ് അതിലെ കാര്യങ്ങൾ? ഇതിനകത്ത് ഈ വിഷയം ഒന്ന് പരിശോധിക്കുന്നതിന് വേണ്ടി നമുക്കൊരു പ്രധാനപ്പെട്ട വിഷയത്തിലേക്കൊന്ന് പോകേണ്ടതായിട്ടുണ്ട്. അതിലേക്കൊന്ന് കടന്നു പോകാം നമുക്ക്. ഡോക്ടർ CN വിജയകുമാരിയുടെ ഗവേഷണ മാർഗനിർദ്ദേശത്തിന് കീഴിൽ തന്നെയാണ് തേജസ് നമ്പൂതിരി പ്രബന്ധം സമർപ്പിച്ചത്. നമ്മളിവിടെ കൂട്ടി വായിക്കേണ്ട ഒരു കാര്യമുണ്ട്. CN വിജയകുമാരിയുടെ കീഴിലാണെന്നുള്ളത് ഒരു പഴയ ഭാഷയാണ്, കൂടെ എന്ന് പറയണോ. അപ്പോൾ CN വിജയകുമാരിയുടെ കൂടെ ഗവേഷണം ചെയ്ത ആളാണ് തേജസ് നമ്പൂതിരി. അപ്പോൾ ഈ തേജസ് നമ്പൂതിരി തന്നെയാണ് ഈ വൈവയില് പലതരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നാണ് ഗൂഗിൾ മീറ്റിലെ വ്യത്യസ്ത ചോദ്യാവലികളിലൂടെ കടന്നു പോയപ്പോൾ നമുക്ക് മനസ്സിലായത്. തന്നെയല്ല, അവിടെ ഈ ഗൂഗിൾ മീറ്റിനകത്ത് തന്നെ ധാരാളം ബഹളം ഉണ്ടാകുകയും ബഹളം ഉണ്ടായതിൻ്റെ ഭാഗമായിട്ടാണ് അനിൽ പ്രതാപ് ഗിരി എന്ന് പറയുന്ന എക്സ്റ്റേണൽ എക്സാമിനർ ആളുകളെ പുറത്താക്കുകയും ചോദ്യങ്ങൾ അനുവദിക്കാതിരിക്കുകയും ചെയ്തെന്നാണ് നമുക്ക് ലഭ്യമായിട്ടുള്ള വിവരം. ഞാൻ വിഷയത്തിലേക്ക് വന്നാൽ, സംസ്കൃതത്തിൽ തന്നെ സംസാരിക്കണമെന്നും സംസ്കൃതത്തിൽ തന്നെ ഗവേഷണ പ്രബന്ധം എഴുതണമെന്നും ആണല്ലോ വാദം. അങ്ങനെയാണെങ്കിൽ രണ്ട് ചോദ്യങ്ങളാണ്. CN വിജയകുമാരിയുടെ കൂടെ ഗവേഷണം ചെയ്ത തേജസ് നമ്പൂതിരി ഗവേഷണ പ്രബന്ധം സബ്മിറ്റ് ചെയ്തിരിക്കുന്നത് ഇംഗ്ലീഷിലാണ്.
ആ തീസിസിൻ്റെ ടൈറ്റിൽ ഇതാണ്, ഫിലോസഫി ഓഫ് തന്ത്ര ആസ് റിഫ്ലക്റ്റഡ് ഇൻ ശാരദാ തിലക എന്ന് പറയുന്ന ശാരദാ തിലകത്തെ സംബന്ധിച്ച്, ശാരദാ തിലകത്തിലെ ദർശനത്തെ സംബന്ധിച്ച്, അത് താന്ത്രിക ദർശനത്തെ സംബന്ധിച്ചാണ് തേജസ് നമ്പൂതിരി ഗവേഷണം ചെയ്തിരിക്കുന്നത്. അവതരിപ്പിച്ചിരിക്കുന്ന ഭാഷ ഇംഗ്ലീഷാണ്. എന്തുകൊണ്ട് സംസ്കൃതവാദിയായ CN വിജയകുമാരി സ്വന്തം ശിഷ്യനോട് പ്രബന്ധം സംസ്കൃതത്തിൽ തന്നെ എഴുതണമെന്ന് പറഞ്ഞില്ല? അത് പറയണമല്ലോ. അത് അപ്പം സ്വന്തം ശിഷ്യന് പ്രബന്ധം എഴുതാൻ ഇംഗ്ലീഷിൽ അനുവദിക്കുക, മറ്റൊരാൾ സംസ്കൃതത്തിൽ തന്നെ പ്രബന്ധം എഴുതണമെന്ന് വാദിക്കുക. ഈ വൈരുദ്ധ്യം ജനങ്ങൾ മനസ്സിലാക്കണം. അപ്പം ബ്രാഹ്മണർക്ക് പ്രത്യേക സവിശേഷതയാണ്. അവരേത് ഭാഷയിൽ വേണമെങ്കിലും എഴുതാമെന്നല്ല ഒരു സന്ദേശമല്ലേ CN വിജയകുമാരി പറയുന്നത്. ഇതിൽ നിന്ന് തന്നെ വിപിൻ വിജയന് സംസ്കൃതം അറിഞ്ഞുകൂടാ എന്ന് സ്ഥാപിക്കുന്നതിനും അപമാനിക്കുന്നതിനും വേണ്ടിയാണ് ഇങ്ങനൊരു വാദം ഉന്നയിച്ചത് എന്ന് ഇതിൽ നിന്ന് തന്നെ തെളിയുന്നുണ്ട്. ഇതിലെ ഈ തീസീസിലെ, ഈ തേജസ് നമ്പൂതിരിയുടെ തീസീസ് വായിച്ചു നോക്കുമ്പോൾ രസകരമായ പല തമാശകളും നമുക്ക് കാണാൻ കഴിയും. അതിൻ്റെ കൺക്ലൂഷനിൽ പറയുന്ന ഒരു കാര്യം മാത്രം ഉന്നയിക്കാം. ദ ന്യൂറോ സയൻസ് സ്റ്റഡീസ് റിഗാർഡിംഗ് ദ മൈക്രോ ചേഞ്ചസ് ഇൻ ദ ബ്രെയിൻ ഓഫ് താന്ത്രിക് പ്രാക്ടീഷണേഴ്സ് ആർ ഹൈലി അപ്രീഷിയബിൾ എന്നാണ് എഴുതിയിരിക്കുന്നത്. അപ്പോൾ ന്യൂറോശാസ്ത്ര പഠനങ്ങൾ തെളിയിക്കുന്നത് ഈ താന്ത്രിക ഗവേഷകരുടെ ബ്രെയിൻ പരിശോധിക്കുമ്പോഴേ വളരെ സവിശേഷമായിട്ടുള്ള ചില കാര്യങ്ങൾ കണ്ടെത്താൻ കഴിയുമെന്നൊക്കെ എഴുതി പിടിപ്പിച്ചിരിക്കുന്നത്. ഡോക്ടർ C വിശ്വനാഥൻ ഈ ധ്യാനത്തെയും ഇത്തരം കാര്യങ്ങളൊക്കെ മസ്തിഷ്ക മർദ്ദനം എന്നാണ് വിളിച്ചിട്ടുള്ളത്. കാരണം ഇതൊന്നും ഒരു ന്യൂറോശാസ്ത്രപരമായി നമ്മുടെ മസ്തിഷ്കത്തിന് എന്തെങ്കിലും പ്രയോജനം ചെയ്യുന്ന കാര്യങ്ങളൊന്നും അല്ല. താന്ത്രിക് പ്രാക്ടീസിലുള്ള എന്തെങ്കിലും ധ്യാനമാണെങ്കിലോ കാര്യങ്ങളോ ഒന്നും തന്നെ അല്ല. തന്നെ ഈ തീസീസിലൂടെ കടന്നു പോകുമ്പോൾ പറയേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം, പകൽ വെളിച്ചമാണ് എന്ന് നമ്മൾ പൊതുവെ പറയാറുണ്ട്. അങ്ങനെ പറയേണ്ട ആവശ്യമുണ്ടോ? പകൽ വെളിച്ചമാണ്, അത് പകൽ സമയത്ത് വെളിച്ചമാണെന്ന് പ്രത്യേകം എടുത്ത് പറയേണ്ടതായിട്ടുണ്ടോ? പറയേണ്ട ആവശ്യമില്ല. എന്ന് പറയുന്നത് പോലെയാണ് ഈ തീസീസിലെ പല കണ്ടെത്തലുകളും. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ദ തന്ത്ര ഫിലോസഫി ഈസ് എ ഹൈലി പ്രാക്ടിക്കൽ ഫിലോസഫി. ഇറ്റ് ഈസ് ഡൈജസ്റ്റബിൾ ടു ദ കോമൺ മാൻ ആൻഡ് ഓൾസോ ഇറ്റ് ഈസ് ചെറിഷ്ഡ് ബൈ ദ ഇൻ്റലക്ച്വൽ ജയൻസ് എന്ന് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഒരു ഗവേഷണത്തെ സംബന്ധിച്ചുള്ള കണ്ടുപിടുത്തം എന്ന് പറയുന്നത് അപൂർവമായ കണ്ടുപിടുത്തങ്ങളാണ്. എല്ലാവർക്കും അറിയുന്ന കാര്യം ഗവേഷണത്തിലൂടെ പിന്നെയും പറയേണ്ട ആവശ്യമില്ല. അതിനൊരു ഉദാഹരണം ഞാൻ ഇവിടെ ചൂണ്ടിക്കാട്ടിയത്. അത് കോമൺ മാനും പ്രാക്ടീസ് ചെയ്യുന്ന ഒന്നാണ് തന്ത്രം. സാധാരണ ജനങ്ങളുടെ വിശ്വാസത്തിന്റെ ഭാഗമാണ്. അതൊരു തീസീസിന്റെ നിഗമനമായിട്ട് വരേണ്ട കാര്യമില്ലല്ലോ. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം. അതാണ് പകൽ വെളിച്ചമാണ് എന്ന് പ്രത്യേകം പറയേണ്ടതായിട്ടുണ്ടോ? പറയേണ്ടതായിട്ടില്ല. അപ്പോൾ ഈ രീതിയിലാണ് സ്വന്തം ശിഷ്യന്റെ ഗവേഷണ പ്രബന്ധം പരിശോധിച്ച് നോക്കിയാൽ തന്നെ അതിലെ അസംബന്ധങ്ങളും അതിലെ പ്രശ്നങ്ങളും ഒക്കെ തന്നെ ധാരാളമായിട്ട് പുറത്തു വരും. അപ്പോൾ സംസ്കൃതം തന്നെയാണ് സംസാരിക്കേണ്ടതെങ്കിൽ യൂണിവേഴ്സിറ്റിയിൽ അത്തരം ഒരു ചട്ടം ഉണ്ടാകണമല്ലോ. സംസ്കൃതം തന്നെ ആയിരിക്കണം സംസ്കൃത ഗവേഷകർ പ്രബന്ധം അവതരിപ്പിക്കേണ്ടതും പ്രബന്ധം എഴുതേണ്ടതുമെന്നുണ്ടെങ്കിൽ അത് സർവകലാശാല ചട്ടങ്ങളിൽ വേണ്ട ഒന്നല്ലേ. നമ്മളിപ്പോൾ വായിച്ച ചട്ടങ്ങളിൽ ഒരിടത്തും സംസ്കൃത സംബന്ധിയായ ഗവേഷണ പ്രബന്ധങ്ങൾ സംസ്കൃതത്തിലായിരിക്കണം എഴുതേണ്ടത് എന്നും സംസ്കൃതം തന്നെ ആയിരിക്കണം പ്രബന്ധം അവതരിപ്പിക്കേണ്ടത് എന്നും ഒരിടത്തും ഒരു ഇന്ത്യയിലെ ഒരു സർവകലാശാലകളിലും അങ്ങനെ ചട്ടമില്ല. കേരള സർവകലാശാലയിലെ ചട്ടങ്ങളിലും അങ്ങനെ ഒരു കാര്യമില്ല. ഇപ്പോൾ താങ്കളിപ്പോൾ പറയുമ്പോൾ ഇത്രയും പറഞ്ഞല്ലോ. അപ്പോൾ ഇതിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഇത് അട്ടിമറിക്കാൻ മനഃപൂർവ്വം ഇടപെട്ടു എന്ന് തന്നെയല്ലേ. ഇപ്പോൾ വിപിൻ വിജയൻ്റെ ഈ ഗവേഷണ പ്രബന്ധത്തെ, ഈ അവതരണത്തെ അട്ടിമറിക്കാൻ മനഃപൂർവ്വം ഇടപെട്ടതാണ് എന്ന് തന്നെ സംശയിക്കണമെന്നല്ലേ താങ്കൾ? തീർച്ചയായിട്ടും. ഇപ്പം റിസർച്ച് ഈ സംസ്കൃത വിഭാഗത്തിൻ്റെ മേധാവിയും കേരള സർവകലാശാല ഡീനുമായിട്ടുള്ള ഡോക്ടർ CN വിജയകുമാരി റിപ്പോർട്ടർ ചാനലിൽ തന്നെ നടന്ന ഒരു ചർച്ചയിൽ പറഞ്ഞത്, വിപിൻ വിജയന് മെത്തഡോളജി ഇല്ല, അതുകൊണ്ട് താൻ ആ മെത്തഡോളജി വിപിൻ വിജയനെ പഠിപ്പിക്കാൻ തയ്യാറാണ് എന്നാണ് പ്രധാനമായിട്ട് അവർ ഉന്നയിച്ചൊരു വാദം. യഥാർത്ഥത്തിൽ 2022 കേരള സർവകലാശാലയിൽ തന്നെ ഡോക്ടർ വിജയകുമാരി 2022 സമർപ്പിച്ച ഗവേഷണ പ്രബന്ധം, ആ ഗവേഷണ പ്രബന്ധം ശങ്കരാചാര്യരുടെ സ്മൃതി അവലംബനത്തെ പറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ ബ്രഹ്മസൂത്ര ഭാഷ്യം, ഗീതാഭാഷ്യം, ഇങ്ങനെയുള്ള കൃതികളിൽ എങ്ങനെയാണ് സ്മൃതികളെ ശങ്കരാചാര്യർ കൂട്ടുപിടിച്ചിരിക്കുന്നത് എന്നത് സംബന്ധിച്ചാണ് ഡോക്ടർ CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധം. ഈ ഗവേഷണ പ്രബന്ധത്തിൽ യാതൊരു മെത്തഡോളജിയും വിജയകുമാരി പാലിച്ചിട്ടില്ല. അടിസ്ഥാനപരമായി ഗ്രന്ഥ ടിപ്പണി പോലും ശരിയായ രീതിയിലുള്ള കുത്തും കോമയും പോലും ശരിയായി കൊടുക്കാൻ വിജയകുമാരിക്ക് അറിയില്ല എന്ന് ഈ ഗവേഷണ പ്രബന്ധം പരിശോധിക്കുന്ന ആർക്കും ബോധ്യപ്പെടും. ഈ ഗവേഷണ പ്രബന്ധത്തിൽ CN വിജയകുമാരിയുടെ 2002 കേരള സർവകലാശാലയെ സമർപ്പിച്ചിട്ടുള്ള ഗവേഷണ പ്രബന്ധത്തിൻ്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത്, നമ്മൾ ഒരു ഗവേഷണ പ്രബന്ധന കൺക്ലൂഷൻ എന്ന് പറയുന്നത് ആ നടത്തിയ പഠനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിഗമനങ്ങളിലേക്ക്, പുതിയ അറിവുകളിലേക്ക്, നിരീക്ഷണങ്ങളിലേക്ക് എത്തിച്ചേരുക എന്നുള്ളതാണ്. പക്ഷേ
വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധത്തിൻ്റെ കൺക്ലൂഷനിൽ കഴിഞ്ഞ ആ ഗവേഷണ പ്രബന്ധത്തിലെ 4 അധ്യായങ്ങളുടെ സംക്ഷിപ്ത രൂപം അല്ലെങ്കിൽ ഒരു സമ്മറി അവതരിപ്പിക്കുക എന്നതിന് പകരം എന്നതിൽ കവിഞ്ഞ് കണ്ടെത്തലില്ല, യാതൊരു കണ്ടെത്തലുകളുമില്ല, ഒരു കണ്ടെത്തലുമില്ല. അത് വളരെ ഈ തീസീസിൻ്റെ ആ കൺക്ലൂഷൻ്റെ അവസാനത്തിൽ അത് പറയുന്നുമുണ്ട്. പക്ഷെ അതിനു മുമ്പ് നമ്മൾ പരിശോധിക്കേണ്ടത് എന്തുകൊണ്ടാണ് വിപിൻ വിജയനെ പോലെയുള്ള ഒരാളോട് CN വിജയകുമാരി ഇങ്ങനെ ഇടപെടുന്നതിന് കാരണം എന്താണെന്ന് അവരുടെ തീസീസ് പരിശോധിച്ച് നമുക്ക് വ്യക്തമാകും. അതുകൊണ്ട് CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധത്തിലെ 3-ാം അധ്യായത്തിലെ സ്മൃതികളെ പറ്റി അവർ പറയുന്ന ചില കാര്യങ്ങളിലൂടെ ഒന്ന് വായിക്കാം. സ്മൃതേഹ ക്രിസ്തോഹോ പരം പഞ്ചമശതകാത് ഹൈന്ദവ സമാജ സ്മൃതിഗ്രന്ഥാൻ അവഗന്തുമംഗീകർത്തും അനുസർത്തും ച പ്രാരഭത എന്നെഴുതി സ്മൃതികളെ പറ്റി എഴുതിയിരിക്കുക. ക്രിസ്തോഹോ പരം പഞ്ചമശതകാത്, ക്രിസ്തുവിന് ശേഷം 15-ാം നൂറ്റാണ്ടിന് ശേഷം ഹൈന്ദവ സമാജ, ഹിന്ദു സമാജം. ഏത് ഹിന്ദു സമാജത്തെ പറ്റിയാണ് CN വിജയകുമാരി പറയുന്ന അറിഞ്ഞുകൂടാ. നമ്മൾ ഹൈന്ദവ സമാജം എന്ന് സ്ഥിരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് കേരളത്തിലെ ഇന്ത്യയിലെ സംഘപരിവാരക്കാർ അവരുപയോഗിക്കുന്ന ആ സമാജം എന്നുള്ള വാക്ക് ശ്രദ്ധിച്ചാൽ ഹൈന്ദവ സമാജം എന്ന വാക്ക് ഉപയോഗിക്കുന്ന സംഘികളാണ്. അപ്പൊ അതേ വാചകം വളരെ കൃത്യമായിട്ട് CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധത്തിൽ കടന്നു വരുന്നു എന്നുള്ളത് യാദൃശ്ചികമല്ല. ഹൈന്ദവ സമാജ സ്മൃതിഗ്രന്ഥാൻ അവഗന്തും അംഗീകർത്തും അനുസർത്തും ച പ്രാരഭത. 15-ാം നൂറ്റാണ്ടിന് ശേഷം ഹൈന്ദവ സമാജം സ്മൃതി ഗ്രന്ഥങ്ങളെ അംഗീകരിക്കുകയും അനുസരിക്കുകയും ചെയ്തു എന്നാണ് വിജയകുമാരി എഴുതിയിരിക്കുന്നത്. ഒന്നാമത്തെ ചോദ്യം, ഏത് ഹൈന്ദവ സമാജത്തെ പറ്റിയാണ് CN വിജയകുമാരി പറയുന്നത്? ഹൈന്ദവ സമാജം എന്ന് പറയുന്ന സമാജത്ത് ഇനി അങ്ങനെ ഉണ്ടെങ്കിൽ ആ സമാജത്തിൽപ്പെട്ട ആളുകളെല്ലാവരും ഈ സ്മൃതി ഗ്രന്ഥങ്ങൾ അംഗീകരിച്ചിരുന്നോ? അവരാരാണ് എന്നതുകൂടി നമ്മൾ ചോദിക്കണമല്ലോ. ഏത് ഹൈന്ദവ സമാജത്തെ പറ്റിയാണ് വിജയകുമാരി അവരുടെ ഗവേഷണ പ്രബന്ധത്തിൽ പറയുന്നത്? ഡോക്ടർ BR അംബേദ്കർ മനുസ്മൃതി കത്തിച്ചുകൊണ്ടാണ് മഹത് സത്യാഗ്രഹ സന്ദർഭത്തെ വിജയസ്ഫൂർത്തിയിലേക്ക് എത്തിച്ചത്. അപ്പൊ ഡോക്ടർ BR അംബേദ്കറും ദളിത് സമുദായവും ഒരിക്കലും ഈ മനുസ്മൃതി അംഗീകരിച്ചിട്ടുള്ള സ്മൃതികളെ അംഗീകരിച്ചിട്ടില്ല. കേരളത്തില് വൈക്കത്ത് മനുസ്മൃതി കത്തിച്ചിട്ടുണ്ട് KM സലീം കുമാറിന്റെ നേതൃത്വത്തിൽ. പിന്നെ ഏത് സമാജം ഈ മനുസ്മൃതിയും മറ്റു സ്മൃതി ഗ്രന്ഥങ്ങളും അംഗീകരിച്ചതിനെ പറ്റിയാണ് CN വിജയകുമാരി പറയുന്നത്? ഇത് സവർണർ അംഗീകരിച്ചതിനെ പറ്റിയാണ് വിജയകുമാരി പറയുന്നത്. തന്നെയല്ല മഹാത്മാ ഭൂലെ, എത്രയോ ആളുകൾ, നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ എന്താണ്? നാരായണ ഗുരുസ്വാമികൾ പറഞ്ഞ രാമാദികളുടെ കാലത്തായിരുന്നുവെങ്കിൽ നമുക്ക് ശംഭൂകന്റെ ഗതിയാകുമായിരുന്നു. ഹിന്ദുക്കൾ സ്മൃതികൾ നോക്കി ഭരിക്കുന്നവരല്ലായോ എന്നാണ് നാരായണ ഗുരു പറഞ്ഞത്. അപ്പൊ സ്മൃതികൾ നോക്കി ഭരിക്കുന്ന ഹിന്ദുക്കളുടെ ഭരണമായിരുന്നെങ്കിൽ എൻ്റെ തല ശംഭൂകന്റെ തല വെട്ടിയെടുത്തതുപോലെ രാമൻ വെട്ടിയെടുക്കുമായിരുന്നു എന്നാണ് നാരായണ ഗുരുസ്വാമി പറഞ്ഞത്. അപ്പൊ നാരായണ ഗുരുസ്വാമികൾ ഈ സ്മൃതികളെ അംഗീകരിച്ചിട്ടില്ല. ഡോക്ടർ BR അംബേദ്കർ അംഗീകരിച്ചിരുന്നില്ല. ജ്യോതിറാവ് ഫൂലെ അംഗീകരിച്ചിരുന്നില്ല. മഹാത്മാ അയ്യങ്കാളി അംഗീകരിച്ചിരുന്നില്ല. പൊയ്കയിൽ അപ്പച്ചൻ അംഗീകരിച്ചിരുന്നില്ല. അന്നത്തെ ഈഴവ സമുദായം 19-20 നൂറ്റാണ്ടുകളിലെ ഈഴവ സമുദായം ഈ സ്മൃതികളെ അംഗീകരിച്ചിരുന്നില്ല. പിന്നെ ഏത് സമാജം ഇത് അംഗീകരിച്ചിരുന്നു എന്നാണ് വിജയകുമാരി പറയുന്നത്? അപ്പൊ സ്വന്തം തീസീസിൽ പോലും ചരിത്രപരമായി യാതൊരു ധാരണയില്ലാത്ത വസ്തുതാവിരുദ്ധമായ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഇനി ഹിന്ദു, വേദങ്ങളിലോ ഇതിഹാസങ്ങളിലോ പുരാണങ്ങളിലോ ധർമ്മശാസ്ത്രങ്ങളിലോ ഹിന്ദു എന്നൊരു വാക്കില്ല. ഓഡ്രി ട്രുഷ്കി ഹിന്ദു എന്നൊരു വാക്ക് എങ്ങനെയാണ് ഉദയം ചെയ്തത് എന്ന് അവർ അന്വേഷിക്കുന്നുണ്ട്. 19-ാം നൂറ്റാണ്ടില് ഉത്തരാർദ്ധത്തിൽ ഹിന്ദുത്വവാദികൾ കോയിൻ ചെയ്തെടുത്തതാണ് ഈ ഹിന്ദു എന്ന് പറയുന്നൊരു കാര്യം, ഹിന്ദുത്വം എന്ന് പറയുന്നൊരു കാര്യം. ഹിന്ദു കഹ എന്നൊരു പരാമർശം ജൈനതരംഗിണി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ കാണാം. ഹിന്ദു കഹ എന്ന് പറയുന്നൊരു വാക്ക് സ്വാമി വിവേകാനന്ദനൊക്കെ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട്. ഈ പേർഷ്യക്കാരും മറ്റും സിന്ധുക്കൾ എന്നുള്ള ആ പ്രയോഗത്തിൽ നിന്ന് ആ സകാരത്തിന് പകരം ഹകാര ഉച്ചരിച്ച് സിന്ധു എന്നുള്ളത് ഹിന്ദുവായി മാറി എന്ന് വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള ആളുകൾ നിരീക്ഷിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് ഹിന്ദു എന്ന് പറയുന്ന ഒരു കാര്യം ഉണ്ടായി വരുന്നത്. അതൊരു കൃത്രിമ നിർമ്മിതിയാണ്. തന്നെയല്ല ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രം ഒന്ന് പരിശോധിച്ചാൽ, ബ്രിട്ടീഷ് ഇന്ത്യ എന്ന് തന്നെ അതിനെടുത്ത് പറയുന്നത്. കാരണം ബ്രിട്ടീഷുകാർ ഒരു സെൻസസ് നടത്തുന്നുണ്ട്. ആ സെൻസസിന്റെ ആധാരം എന്ന് പറയുന്നത് ബ്രാഹ്മണ പുരോഹിതന്മാർ നിങ്ങൾക്ക് പൂജ ചെയ്തു തരുന്നുണ്ടോ? ഇന്ത്യയിലെ മറ്റ് സമുദായങ്ങളോട് ചോദിച്ചതാണ്. എല്ലാ ക്ഷേത്രങ്ങളിലും നിങ്ങൾക്ക് പ്രവേശനമുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഹിന്ദുക്കളാണ്. ഒരു ചാമറിനോട് നിങ്ങളുടെ മതം ഏതാണെന്ന് ചാമറിനോട് ചോദിച്ചപ്പോൾ ചാമർ പറഞ്ഞു എൻ്റെ മതം ചാമറെന്നാണ്. താങ്കളുടെ ജാതി ഏതാ? താങ്കളുടെ ജാതി എന്ന് വെച്ചപ്പോൾ ചാമർ പറഞ്ഞു എൻ്റെ മതവും ചാമറാണ്, ജാതിയും ചാമറാണെന്നാണ്. ബ്രിട്ടീഷ് ഇന്ത്യ ചരിത്രത്തിൽ നോക്കിയാൽ, അല്ലെങ്കിൽ ആ സെൻസസിന്റെ ചരിത്രം പരിശോധിച്ച് നമുക്ക് ബോധ്യപ്പെടുക ഹിന്ദുവല്ല, ചാമർ എന്നാ പറഞ്ഞത്. അതായത് ജാതി തന്നെയാണ് മതം, പ്രത്യേക ഒരു മതമില്ല എന്ന് വളരെ വ്യക്തമാണ്. ഇനിയും തൊട്ടടുത്ത വാചകത്തിലേക്ക് പോയാൽ ഈ തീസീസിലെ ക്വചിത്
വൈദിക നിയമൈഹി സഹ സ്മൃതീനാമപി പ്രാമുഖ്യം കൽപ്പിതം ദൃശ്യതേ. വൈദിക നിയമത്തിലും സ്മൃതിക്ക് വലിയ പ്രാധാന്യം ഉണ്ടെന്നാണ് പറയുന്നത്. ആ പരാമർശം തന്നെ തെറ്റാണ്. കാരണം ഋഗ്വേദം ഉൾപ്പെടെയുള്ള കൃതികളിൽ പരിശോധിച്ചാൽ വൈദിക സാഹിത്യത്തിൽ നമ്മൾ സ്മൃതികൾ കാണുന്നേ ഇല്ല. വൈദിക സാഹിത്യത്തിൽ പ്രത്യേകിച്ച് ഋഗ്വേദം, യജുർവേദം, അഥർവേദം പോലെയുള്ള ഗ്രന്ഥങ്ങളിൽ സ്മൃതികളില്ല. ഋഗ്വേദത്തിൽ ഏത് സ്മൃതിയെ പറ്റിയാണ് പറയുന്നത്? ഒരു സ്മൃതിയെ പറ്റിയും പരാമർശമില്ല. വസ്തുതാവിരുദ്ധമായ കാര്യങ്ങളാണ് വിജയകുമാരി പറയുന്നത് മൊത്തം. സ്മൃതേഹ സമാജെ അപേക്ഷിതാൻ പ്രായോഗിക വ്യാവഹാരിക നിയമാനുപദശന്തി. സ്മൃതികൾ സമൂഹത്തിൽ പ്രായോഗികവും വ്യാവഹാരികവുമായ കാര്യങ്ങൾ ഉപദേശിക്കുന്നു. എന്ത്? ഡോക്ടർ ബി ആർ അംബേദ്കർ പറഞ്ഞ ശ്രേണീകൃത അസമത്വമാണ് ഈ പറയുന്ന കൃതികൾ ഉപദേശിക്കുന്നത്. ഒരു നന്മയും ഉപദേശിക്കുന്നില്ല. അതുകൊണ്ടാണല്ലോ അംബേദ്കർ മനുസ്മൃതി കത്തിച്ചത്. മാനവാനാം പരസ്പര ബന്ധസ്യ ആധ്യാത്മികം ഫലം സപ്രപഞ്ചം പ്രകാശയതി സ്മൃതയഃ. വിജയകുമാരിയുടെ അഭിപ്രായമായി എഴുതുന്നത്. മാനവ സമൂഹത്തിന്റെ പരസ്പര സംബന്ധത്തിന്റെ ആധ്യാത്മിക തലമാണ് സ്മൃതികൾ പറയുന്നത്. നോക്കൂ, എത്രമാത്രം വസ്തുതാവിരുദ്ധവും സ്മൃതി കത്തിച്ച ഡോക്ടർ ബി ആർ അംബേദ്കറെ അപമാനിക്കുന്നതുമായ വരികളാണ് വിജയകുമാരി എഴുതിയിരിക്കുന്നത്. സ്മൃതികളിൽ എവിടെയാണ് മനുഷ്യരുടെ പരസ്പര ബന്ധത്തെ പറ്റി പറയുന്നത്? ശൂദ്രന്മാരുടെ സ്വത്തുക്കൾ അപഹരിച്ചെടുക്കണമെന്ന് പറയുന്ന കൃതിയാണ് മനുസ്മൃതി. അധഹാസ്യ വേദം ഉപസൃണ്ണത സ്ത്രഭുചതുഭ്യാം ശ്രോത്ര പ്രതിപൂരണം എന്നാണ് ഗൗതമ ധർമ്മസൂത്രത്തിൽ പറഞ്ഞത്. വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവി ഈയം ഉരുക്കി ഒഴിക്കണമെന്ന് പറയുന്ന ഗ്രന്ഥമാണ് ഗൗതമ ധർമ്മസൂത്രം. ഒരു ബ്രാഹ്മണന് അതിഥിയായിരിക്കേണ്ടത് ഒരു ബ്രാഹ്മണൻ മാത്രമാണെന്ന് വസിഷ്ഠ ധർമ്മസൂത്രത്തിലും ഗൗതമ ധർമ്മസൂത്രത്തിലും പറയുന്നുണ്ട്. ഒരു ചണ്ടാളനെ കണ്ടാൽ ഒരു ബ്രാഹ്മണൻ ഉടൻ തന്നെ കുളിക്കണമെന്ന് ഗൗതമ ധർമ്മസൂത്രം പോലെയുള്ള ധർമ്മസൂത്രങ്ങളിൽ പറയുന്നുണ്ട്. ഒരിക്കലും ഒരു ബ്രാഹ്മണൻ ഒരു ശൂദ്ര സ്ത്രീയുമായി സഹശയനം പാടില്ല എന്ന് പറയുന്നുണ്ട്. ഒരു ശൂദ്രൻ ഒരു ബ്രാഹ്മണ സ്ത്രീയുമായി ശയ്യ പങ്കിട്ടാൽ ആ ശൂദ്രപുരുഷനെ തീയിൽ തള്ളിയിടണമെന്നും അതിൻ്റെ വൃഷണം അറുത്തെടുക്കണമെന്നും ധർമ്മസൂത്രങ്ങളിൽ പറയുന്നുണ്ട്. പിന്നെ ഏത് പരസ്പര സംബന്ധത്തെ പറ്റിയാണ് ധർമ്മശാസ്ത്രങ്ങളിൽ പറയുന്നതെന്നാണ് വിജയകുമാരി പറയുന്നത്. തൊട്ടടുത്ത വാചകം, ഭാരതീയ സമാജേ സ്മൃതീനാം പ്രാധാന്യം അധികമേവ വർത്തതേ. ഭാരതീയ സമൂഹത്തിൽ സ്മൃതികൾക്ക് വളരെയധികം പ്രാധാന്യമുണ്ടെന്ന്. ഭാരതീയ സമൂഹം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണ സമൂഹം മാത്രമല്ലല്ലോ. ക്രിസ്ത്യാനികളുണ്ട്, മുസ്ലിങ്ങളുണ്ട്, സിഖുകാരുണ്ട്. അവരുടെയൊക്കെ ജീവിതത്തിൽ പ്രധാനപ്പെട്ടതൊന്നാണോ സ്മൃതികൾ? ഒന്നുമല്ല. അപ്പം ഇന്ത്യ ചരിത്രത്തെ പറ്റി പഠിക്കാതെ ഒരു കൂപമണ്ടുക എന്നുള്ള രീതിയിൽ ഈ സ്മൃതികൾ മാത്രം മനസ്സിലാക്കിയിട്ട് സ്മൃതികൾ പോലും മനസ്സിലാക്കിയിട്ടില്ല. സ്മൃതികൾ ശരിയായിട്ട് വായിച്ചു നോക്കിയാൽ ഒരാൾ പറയുമോ സ്മൃതികൾ വളരെ പ്രധാനപ്പെട്ടതാണെന്ന്? ഈ സ്മൃതികളാണ് ഇന്ത്യയിലെ ദളിതരെയും ആദിവാസികളെയും പിന്നോക്കക്കാരെയും ക്രിസ്ത്യാനികളെയും മുസ്ലിങ്ങളെയും സ്ത്രീകളെയും ഒക്കെ പാർശ്വവൽകൃതമായി തള്ളിക്കളഞ്ഞത്. അവർക്ക് നീതിയും തുല്യതയും സമത്വവും ഒക്കെ നിരസിച്ച പുസ്തകങ്ങളുടെ പേരാണ് മനുസ്മൃതി ഉൾപ്പെടെയുള്ള സ്മൃതി ഗ്രന്ഥങ്ങൾ. തന്നെയല്ല ഇതിനകത്ത് എഴുതിയിരിക്കുന്നത്, സ്മൃതീനാം ഉദ്ദേശസ്തു മനുഷ്യേഭ്യ ആചാരം വ്യവഹാര വ്യവസ്ഥാനാം ശിക്ഷണമേവ. സ്മൃതികളുടെ ഉദ്ദേശം തന്നെ എന്താണ്? മനുഷ്യരുടെ ജീവിതത്തിൽ അവർ ആചാരവും വ്യവഹാരവും ശിക്ഷണത്തിലും ഒക്കെ ഇടപെടുക എന്നുള്ളതാണ്. ഇത്രയും മാത്രം ഞാൻ അത് സംബന്ധിച്ച് വായിക്കുന്നുള്ളൂ. ഇത് മൊത്തം വായിച്ചു കഴിഞ്ഞാൽ ധാരാളം അസംബന്ധങ്ങൾ നമുക്ക് അതായത് ഈ CN വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധത്തിന്റെ ലോകവീക്ഷണം എന്ന് പറയുന്നത് ബ്രാഹ്മണികമായ ലോകവീക്ഷണമാണ്. ശ്രേണീകൃത അസമത്വത്തിന്റെ ലോകവീക്ഷണമാണ് അതിനകത്തുള്ളത് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടി പറഞ്ഞ ആ ഭാഗം നമുക്ക് ഉപസംഹരിക്കാം. ഇവർ ഈ തീസീസിന്റെ അവസാനം എഴുതിയിരിക്കുന്നത്, ഒരു തീസീസ് അതിന്റെ കൺക്ലൂഷൻ എന്ന് പറയുന്നത് തുറന്ന സമീപനമായിരിക്കണം സ്വീകരിക്കുന്നത്. മറ്റൊന്നിലേക്ക്, അറിവിന്റെ പുതിയ വാതായനത്തിലേക്ക് തുറക്കുന്നതായിരിക്കണം. ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ് വിജയകുമാരിയുടെ ഗവേഷണ പ്രബന്ധം അവസാനിക്കുന്നത്. പഞ്ചമേ ഉപസംഹാരാധ്യായേ ശോധപ്രബന്ധേസ്മിൻ ഏകൈകസ്മിൻ അധ്യായേ കിം കിം പ്രതിപാദിതമിതി സംക്ഷിപ്തമാത്രേണ നിരൂപിതം ഭവതി. പഞ്ചമേ ഉപസംഹാരാധ്യായേ, അഞ്ചാമത്തെ കൺക്ലൂഷൻ ചാപ്റ്ററിൽ ശോധപ്രബന്ധേസ്മിൻ, ഈ ഗവേഷണ പ്രബന്ധത്തിലെ അഞ്ചാമത്തെ അധ്യായത്തിൽ ഏകൈകസ്മിൻ അധ്യായം, ഓരോരോ അധ്യായത്തിലും കിം കിം പ്രതിപാദിതം, എന്തൊക്കെയാണോ പ്രതിപാദിക്കുന്നത്, സംക്ഷിപ്ത മാത്രേണ നിരൂപിതം ഭവതി, സംക്ഷിപ്തമായിട്ട് നിരൂപിച്ചിരിക്കുന്നു. ഇതാണ് ഒരു കൺക്ലൂഷൻ ചാപ്റ്റർ ചെയ്യേണ്ടത്. എന്താണ്? നിരൂപണം ചെയ്യേണ്ടതല്ലല്ലോ. എന്താണ് തൻ്റെ തീസീസിൽ കണ്ടെത്തിയത് എന്നുള്ള കണ്ടെത്തലാണ് അവതരിപ്പിക്കേണ്ടത്. അങ്ങനെ ഒരു കണ്ടെത്തൽ അവതരിപ്പിക്കുന്നില്ല എന്ന് മാത്രമല്ല, സനാതന ധർമ്മത്തിൻ്റെ വക്താവായി
ഈ തീസീസിൻ്റെ രചയിതാവായ വിജയകുമാരി മാറുന്നതായിട്ടാണ് നമുക്ക് കാണുന്നത്. ആ ഭാഗം ഞാൻ ഉദ്ധരിക്കാം. ആചാര്യവര്യേണ സമുദിരിതോയം സിദ്ധാന്ത സനാതനധർമ്മസ്യ മഹത്വം വിശ്വേ സർവത്ര ഘോഷയതി. അതായത് ശങ്കരാചാര്യരുടെ സിദ്ധാന്തങ്ങൾ സനാതനധർമ്മത്തിൻ്റെ മഹത്വമാണ് ഉദ്ഘോഷിക്കുന്നതെന്നാണ് പറയുന്നത്. എന്താണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത് നമ്മൾ ഈ സന്ദർഭത്തിൽ പരിശോധിക്കണം. ശങ്കരാചാര്യർ പറയുന്നത്, അദ്ദേഹത്തിന് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ പറയുന്നത് ശൂദ്രൻ സഞ്ചരിക്കുന്ന പട്ടടയാണെന്ന്. ഗൗതമധർമ്മസൂത്രം ഉദ്ധരിച്ചുകൊണ്ട് ബ്രഹ്മസൂത്ര ഭാഷ്യത്തിൽ ശങ്കരാചാര്യർ പറയുന്നത് വേദം കേൾക്കുന്ന ശൂദ്രന്റെ ചെവിയിൽ ഈയ ഉരുക്കി ഒഴിക്കണമെന്ന് പറഞ്ഞ ആളാണ് ശങ്കരാചാര്യർ. ബ്രഹ്മം എന്ന് പറഞ്ഞാൽ ബ്രാഹ്മണജാത്യഭിമാനേന ബ്രഹ്മേത്യഭിധീയതേ എന്ന് പറഞ്ഞ ആളാണ് ശങ്കരാചാര്യർ. ബ്രാഹ്മണ ജാതിയുടെ അഭിമാനം ഹേതുവായി ബ്രഹ്മത്തെ ആ പേരിൽ അറിയപ്പെടുന്നു എന്നാണ് ശങ്കരാചാര്യർ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ജാതിവാദിയായ ബ്രാഹ്മണവാദിയായ ഒരാളാണ് ശങ്കരാചാര്യര്. ആ ശങ്കരാചാര്യരുടെ സിദ്ധാന്തമാണ് സനാതനധർമ്മത്തിന്റെ മഹത്വം ഉദ്ഘോഷിക്കുന്നതെന്നാണ് വിജയകുമാരി പറഞ്ഞത്. ഇതിലൂടെ വിജയകുമാരി ഇന്ത്യൻ ഭരണഘടനയെയും ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്ന് പറയുന്ന സങ്കല്പങ്ങളെ ഒന്നും തന്നെ അംഗീകരിക്കുന്നില്ല എന്നാണ് അവരുടെ ഗവേഷണ പ്രബന്ധത്തിലൂടെ തന്നെ വ്യക്തമാക്കിയിട്ടുള്ളത്. ഞാൻ പറഞ്ഞു വരുന്നത്, വിപിൻ വിജയനോടുള്ള വിജയകുമാരിയുടെ ഇടപെടൽ അല്ലെ മനോഭാവം എന്ന് പറയുന്നത് ഒരു സുപ്രഭാതത്തിൽ ഉണ്ടായി വന്നതല്ല. മറിച്ച് ഇത് വിജയകുമാരിയുടെ അടിസ്ഥാനപരമായ മനോഭാവമാണ്. ഇത് 2002 തൻ്റെ ഗവേഷണ പ്രബന്ധത്തിലൂടെ തന്നെ തൻ്റെ മനോഭാവം ശ്രേണീകൃത അസമത്വത്തിലൂന്നിയതാണെന്നും ബ്രാഹ്മണ്യത്തിലൂന്നിയതാണ് തൻ്റെ മനോഭാവമെന്നും വളരെ കൃത്യമായിട്ട് വിജയകുമാരി അവരുടെ ഗവേഷണ പ്രബന്ധത്തിൽ എഴുതി വെച്ചിട്ടുണ്ട്. ഇതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ തന്നെ ഇന്നത്തെ കാലത്ത് ഇത്തരം വരികളൊക്കെ നമുക്കറിയാം. ഇപ്പോൾ 2014 ശേഷമുള്ള ഒരു കാലഘട്ടം കൂടുതൽ റൈറ്റ് വിങ് പൊളിറ്റിക്സിൻ്റെ ഒരു കാലഘട്ടമാണ്. ഇപ്പോൾ സംഘപരിവാർ കാലഘട്ടമൊക്കെ ആകട്ടെ. ഇപ്പോൾ ഈ വിവാദം ഉയർന്നു വന്നപ്പോഴും പല BJP സിൻഡിക്കേറ്റ് അംഗങ്ങളും പല രീതിയിലാണ് പ്രതികരിച്ചത്. അതിൽ ഒരാൾ പറയുന്നു, വിജയകുമാരിയുടെ വീട്ടിൽ പാചകം ചെയ്യുന്നത് ഒരു ദളിതനാണ്, നിങ്ങളത് മറക്കരുതെന്ന് പറയുന്നു. അങ്ങനെ ഒരുപാട് പരാമർശങ്ങളുണ്ടായി. അപ്പോൾ ഇത്തരം ഒരു വിവാദങ്ങളെല്ലാം കൊണ്ടെത്തിക്കുന്നത് അത് സംഘപരിവാറിൻ്റെ എന്തെങ്കിലും ഒരു അജണ്ട ഉണ്ടായിരിക്കും താങ്കൾ കരുതുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇത് വളരെ വ്യക്തമായ സംഘപരിവാര അജണ്ടയാണല്ലോ. കാരണം ദേശീയ വിദ്യാഭ്യാസ നയത്തിലൂടെ PM ശ്രീ പദ്ധതിയിലൂടെ ഒക്കെ തന്നെ ഹിന്ദുത്വം ലക്ഷ്യമിടുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയെ പിടിമുറുക്കുക എന്നുള്ളതാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ മാത്രമല്ല, വിദ്യാഭ്യാസ മേഖലയെ സമ്പൂർണ്ണമായിട്ടും പിടിമുറുക്കുക എന്നുള്ളതൊരു ഹിന്ദുത്വ അജണ്ടയാണ്. അതുകൊണ്ട് തന്നെ ഇത് നമ്മൾ ഈ ഗവേഷണ പ്രബന്ധത്തിൻ്റെ ഈ ഓപ്പൺ വേയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളെ പരിശോധിക്കുമ്പോൾ ഇത് കേവലം CN വിജയകുമാരിയും വിപിൻ വിജയനും തമ്മിലുള്ള ഒരു വ്യക്തിപരമായ തർക്കത്തിൻ്റെയോ സംഘർഷത്തിൻ്റെയോ പ്രശ്നമല്ല. അല്ലെങ്കിൽ CN വിജയകുമാരി SFIയും തമ്മിലുള്ള കേവലമായ തർക്കത്തിൻ്റെ ഭാഗമല്ല. ഹിന്ദുത്വ അജണ്ടയാണ് കേരള സർവകലാശാലയിൽ ഓപ്പൺ വേയുമായി ബന്ധപ്പെട്ട സംഭവവികാസങ്ങളിലൂടെ തെളിഞ്ഞു വന്നിരിക്കുന്നുള്ളതാണ് നമ്മൾ കാണേണ്ടത്. ഈ ഒരു ഹിന്ദുത്വ കാലാവസ്ഥയാണ് CN വിജയകുമാരിയെ പോലെയുള്ള ആളുകൾക്ക് അതിശക്തമായി വിഷം തീറ്റുന്ന രീതിയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നത്. അതുകൊണ്ട് ചുരുക്കത്തിൽ ഇതൊരു ദളിത് വിഷയം മാത്രമല്ല, മറിച്ച് ഉന്നത വിദ്യാഭ്യാസ മേഖലയുടെ ജനാധിപത്യവൽക്കരണത്തെ സംബന്ധിച്ചൊരു വിഷയമാണ്. ഉന്നത വിദ്യാഭ്യാസ മേഖലയെ ഹിന്ദുത്വം പിടിമുറുക്കുന്നതിൻ്റെ വിഷയമായിട്ട് വേണം നമ്മൾ ഇതിനെ കാണാൻ, ഈ വിപിൻ വിഷയത്തിനെ കാണാൻ. താങ്കൾ ഈ പറയുന്നതിനോട് തന്നെ കണക്ട് ചെയ്ത് ഞാൻ ചോദിക്കുകയാണ്, ഈ സംസ്കൃത ഡിപ്പാർട്ട്മെൻറ്റിലാണ് ഇങ്ങനൊരു ജാതി അധിക്ഷേപം ഉയർന്നിരിക്കുന്നത്. സ്വാഭാവികമായും കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി നോക്കുമ്പോൾ സംസ്കൃതം എന്ന ഭാഷയെ അപ്ലിഫ്റ്റ് ചെയ്യാനുള്ള പല ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ അതേസമയം അതൊരു ഭാഷ എന്നതിനുപരി ഒരു സംസ്കാരം എന്ന രീതിയിലാണ് എന്നൊരു കാഴ്ചപ്പാടാണ് മുന്നോട്ട് വയ്ക്കപ്പെടുന്നത്. സംസ്കൃതം ഒരു ഭാഷയല്ല, അത് പണ്ടുകാലത്തേ ഉള്ള സംസ്കാരം എന്ന രീതിയിലാണ്. ഭാഷയും സംസ്കാരവും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ അതൊരു വലിയ വ്യത്യാസമാണ്. അപ്പോൾ അങ്ങനെ നോക്കുകയാണെങ്കിൽ ആ ഒരു സംസ്കാരത്തിൽ ഉണ്ടായ ഇങ്ങനെ ഒരു പ്രശ്നമെന്ന് നമ്മളിതിനെ നോക്കി കാണുന്ന തരത്തിൽ അതുണ്ടാക്കുന്നൊരു പ്രത്യാഘാതം എന്തായിരിക്കും എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ്. നമ്മൾ ആകുലതയോടുകൂടി നോക്കിക്കാണേണ്ട ഒരു വിഷയമാണ് ഇവിടെ സൂചിപ്പിച്ചത്. നമ്മൾ സംസ്കൃത ഭാഷയിൽ എഴുതപ്പെട്ട ഗ്രന്ഥങ്ങളെ പരിശോധിച്ചാൽ അറിയാം, അത് അടിസ്ഥാനപരമായി 99% അടിസ്ഥാനപരമായി ബ്രാഹ്മണികമായൊരു ലോകവീക്ഷണത്തെയാണ് സംസ്കൃതത്തിൽ എഴുതപ്പെട്ട മുഴുവൻ ഗ്രന്ഥങ്ങളും മുന്നോട്ട് വെക്കുന്നത്. 1% മാത്രമാണ് അതിൻ്റെ അപവാദമായിട്ടുള്ളത്. അപവാദം എന്ന് പറയുന്നത് നാരായണ ഗുരു സംസ്കൃതത്തിൽ എഴുതിയ ചില കൃതികളാണ്. നാരായണ ഗുരു സംസ്കൃതി പറഞ്ഞിട്ടുണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ ജാതി നിർണയം എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ, മനുഷ്യാണ മനുഷ്യത്വം ജാതിർഗോത്വം ഗവാം യഥാ ന ബ്രാഹ്മണാതിരസ്യൈവം ഹാ തത്വം വേത്തി കൂപിന. യഥാ ഗവാം ഗോത്വം, എപ്രകാരമാണോ
പശുവിന് പശുത്വം, തഥാ മനുഷ്യാണാം മനുഷ്യത്വം ജാതി, അപ്രകാരം മനുഷ്യർക്ക് മനുഷ്യത്വമാണ് ജാതി. ന ബ്രാഹ്മണാതിരസ്യൈവം, ബ്രാഹ്മണാദി ഭേദങ്ങൾ നിലനിൽക്കുന്നില്ല. അസ്യ തത്വം ന വേത്തി, പക്ഷേ ഈ തത്വം ആരും അറിയുന്നില്ലല്ലോ എന്ന് ഗുരു എഴുതി. എന്ന് ഗുരു സംസ്കൃതത്തിൽ എഴുതാൻ കാരണം എന്താ? സംസ്കൃതത്തിൻ്റെ ലോകവീക്ഷണം ബ്രാഹ്മണികമായ ഒരു ലോകവീക്ഷണമായതുകൊണ്ട് സംസ്കൃതക്കാർക്ക് മനസ്സിലാകാൻ കൂടി വേണ്ടിയാണ് നാരായണ ഗുരുസ്വാമികൾ അങ്ങനെ എഴുതിയെന്നാണ് ഞാൻ കരുതുന്നത്. കാരണം സംസ്കൃതത്തിൻ്റെ ലോകവീക്ഷണം അടിമുടി ജാതി അസമത്വത്തെ ഉറപ്പിക്കുന്നതാണ്. അത് വൈദിക സാഹിത്യവും ഇതിഹാസ പുരാണ സാഹിത്യവും തന്ത്രസാഹിത്യവും ഒക്കെ മുഴുവൻ സാഹിത്യ ഗ്രന്ഥങ്ങളും അടിസ്ഥാനപരമായി ബ്രാഹ്മണികമായ ലോകവീക്ഷണത്തെയും ശ്രേണീകൃത അസമത്വത്തെ ഉയർത്തിപ്പിടിക്കുന്നതാണ്. അത് ഋഗ്വേദത്തിൽ നിന്ന് തന്നെ തുടങ്ങുക. ഋഗ്വേദത്തിലെ പുരുഷ സൂക്തത്തിൽ പറയുന്നത് എന്താണ്? ബ്രാഹ്മണോസ്യ മുഖമാസീത് ബാഹു രാജന്യ കൃതഃ ഊര് തദസ്യ വൈശ്യ പദ്ഭ്യാം ശൂദ്രോ അജായത. വിരാട് പുരുഷന്റെ മുഖത്ത് നിന്ന് ബ്രാഹ്മണനുണ്ടായി, ശൂദ്രൻ പാദത്തിൽ നിന്നുണ്ടായി എന്നാ പറയുന്നത്. അപ്പോൾ ഇതൊരു സ്വാഭാവിക ക്രമമാണെന്ന് നമുക്ക് തോന്നാം. ചില ആളുകൾ പറയുന്നത് വിരാട് പുരുഷന്റെ അംഗോപാംഗങ്ങൾക്കെല്ലാം തുല്യമാണ്, തുല്യനിലയാണുള്ളത്, അതുകൊണ്ട് ശൂദ്രനും ബ്രാഹ്മണനും തുല്യരാണ് എന്നൊരു വാദമുണ്ട്. പക്ഷേ ഭാഗവത പുരാണത്തിൽ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, ഉത്തമാംഗമായ മുഖത്ത് നിന്നുണ്ടാകുന്ന ബ്രാഹ്മണൻ ഉത്തമനും അധമാംഗമായ പാദത്തിൽ നിന്നുണ്ടാകുന്ന ശൂദ്രൻ അധമനുമാണ് എന്ന് ഭാഗവത പുരാണം പറയുന്നുണ്ട്. അപ്പോൾ ഭാഗവത പുരാണ കർത്താവ് പുരുഷസൂക്തം മനസ്സിലാക്കാതെ അല്ലല്ലോ ഇങ്ങനെ എഴുതിയിട്ടുള്ളത്. അപ്പോൾ അടിസ്ഥാനപരമായി സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ലോകവീക്ഷണം എന്താണ്? സംസ്കൃത ഗ്രന്ഥങ്ങളുടെ ലോകവീക്ഷണം ശ്രേണീകൃത അസമത്വമാണ്, വേറൊന്നുമില്ല. ഇപ്പം സംഗമഗ്രാമ മാധവൻ്റെ ഒരു പ്രധാനപ്പെട്ട ശാസ്ത്ര ഗ്രന്ഥമാണ് വേണ്വാരോഹം. അതൊരു ശാസ്ത്ര ഗ്രന്ഥമാണെന്ന്, ഗണിത ഗ്രന്ഥമാണ്. പക്ഷെ ആ വേണ്വാരോഹം പോലും ആരംഭിക്കുന്നത് ദേവതയെ സ്തുതിച്ചുകൊണ്ടാണ്. കാരണം അത്ര അങ്ങനെ മാത്രമേ അവിടെ വരെ വളർച്ച എത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ, അത്രമാത്രമേ വളരാൻ കഴിയുമായിരുന്നുള്ളൂ എന്നർത്ഥം. അതിനപ്പുറത്തേക്ക് ദൈവത്തിൽ നിന്ന് വിമോചിക്കപ്പെട്ട ഒരു സയൻസിനെ പറ്റിയൊന്നും കേരളത്തിൽ സംഗമഗ്രാമ മാധവൻ പോലും സങ്കല്പിച്ചിട്ടില്ല. ദൈവത്തിന് വിധേയപ്പെട്ട ശാസ്ത്രമാണ്. പക്ഷേ സഹോദരൻ അയ്യപ്പനിലേക്ക് എത്തുമ്പോഴത്തേക്കും ബ്രാഹ്മണികമായ ദൈവത്തിൽ നിന്നും മോചിക്കപ്പെട്ട ഒരു സയൻസ് ഉണ്ടായി വരുന്നു എന്നുള്ളതാണ്. ഇത് സയൻസിൻ്റെ ഒരു മാറ്റം. സയൻസ് എങ്ങനെയാണ് സയൻസായി മാറിത്തീരുന്നത്? ശാസ്ത്രത്തിൽ നിന്ന് സയൻസായി മാറിത്തീരുക. ഈ ഒരു പരിണാമം നമ്മൾ കാണാതെ പോകരുത്. ഇപ്പം നമ്മൾ സംസ്കൃതത്തിൽ ശാസ്ത്രഗ്രന്ഥങ്ങൾ ഉണ്ടെന്ന് പറയുമ്പോൾ പോലും അതെല്ലാം തന്നെ ബ്രാഹ്മണിക ദൈവസങ്കല്പത്തിന് കീഴ്പ്പെട്ട നിന്നിട്ടുള്ളത്, അതിനെ അതിവർത്തിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ടാണ് സയൻസാൽ ദീപ്തം ഈ ലോകം എന്ന സഹോദരനയ്യപ്പൻ എഴുതുന്നുണ്ട്. ബുക്കുകൾക്കും പൂർവികൾക്കും വിധേയപ്പെടാൻ പാടില്ല എന്ന് സഹോദരനയ്യപ്പൻ തൻ്റെ സയൻസ് ദശകത്തിൽ ആഹ്വാനം ചെയ്തു. ബുക്കുകൾക്കും പൂർവികർക്കും. സംസ്കൃതത്തിൻ്റെ പ്രത്യേകത എന്താണ്? അത് ബുക്കുകളുടെയും പൂർവികരുടെയും അടിമയാണ് സംസ്കൃത ഗ്രന്ഥങ്ങളെല്ലാം തന്നെ. അതിനെ മറച്ചു വെക്കുന്ന ഒന്നുമില്ല, അതിനെ മറികടക്കുന്ന ഒന്നില്ല എന്നുള്ളതാണ് ഞാൻ പറഞ്ഞു വരുന്നത്. അപ്പം അടിസ്ഥാനപരമായി സംസ്കൃതം മുന്നോട്ട് വെക്കുന്ന സംസ്കാരം എന്താണ്? അപ്പം അതിനകത്ത് ബൗദ്ധ ജൈന ഗ്രന്ഥങ്ങളൊക്കെ ഉണ്ട്. തീർച്ചയായിട്ടും അതൊക്കെ തന്നെ ഒരു വ്യതിരിക്തമായ ധാരയാണ്, ഒരു സമാന്തര ധാരയാണ്. പക്ഷെ ആ സമാന്തര ധാരയും പിൽക്കാലത്ത് സംസ്കൃതത്തിൻ്റെ പൊതുപാരമ്പര്യത്തിന് കീഴ്പ്പെടുന്നതായിട്ടാണ് കണ്ടുവരുന്നത്. അശ്വഘോഷൻ ബുദ്ധചരിതം എഴുതി. പക്ഷെ അശ്വഘോഷൻ എഴുതിയ ബുദ്ധചരിതത്തിലും സംഭവിക്കുന്ന എന്താണ്? ബ്രാഹ്മണികമായ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ അശ്വഘോഷൻ തൻ്റെ ബുദ്ധചരിതത്തിൽ പിന്തുടരുന്നു എന്നുള്ളതാണ്. അപ്പം അംബേദ്കർ കണ്ടെത്തിയ ബുദ്ധൻ കർമ്മ പുനർജന്മ സിദ്ധാന്തത്തെ അംഗീകരിക്കുന്നില്ല. കാരണം കർമ്മ പുനർജന്മ സിദ്ധാന്തം അടിസ്ഥാനപരമായി ബ്രാഹ്മണികമായ ലോകവീക്ഷണത്തെ ഉറപ്പിക്കുക ചെയ്യുന്നത്. കാരണം ഈ ജന്മത്തിൽ ചെയ്ത കർമ്മത്തിൻ്റെ ഫലമാണ് അടുത്ത ജന്മം എന്ന് പറയുക. അതാണ് കർമ്മ പുനർജന്മ സിദ്ധാന്തം. വളരെ രസകരമായൊരു കാര്യം സായണന്റെ പ്രായശ്ചിത സുധാനിധി എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറയുന്നുണ്ട്. ബ്രാഹ്മണ സ്വർണ്ണ ഹരണാത് ബഹുമൂത്ര പ്രമേഹവാൻ. ഒരാൾക്ക് ഷുഗർ വരുന്നതിന് കാരണം എന്താണ്? അയാൾ മുജ്ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചതുകൊണ്ടാണ് ഈ ജന്മത്തിൽ അയാൾക്ക് ഷുഗർ വരുന്നതെന്നാണ് സായണന്റെ പ്രായശ്ചിത സുധാനിധി പറയുന്നത്. പക്ഷെ ഇന്നത്തെ സയൻസികമായ ലോകവീക്ഷണം കൊണ്ടും നമ്മുടെ മാറിയ ചിന്താഗതി കൊണ്ട് പറയുക, ഒരിക്കലും ഷുഗർ വരുന്നത് കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചത് കൊണ്ടല്ല, ജനിതകപരമായ പ്രശ്നം കൊണ്ട് ജീവിതശൈലി കൊണ്ടൊക്കെയാണ് പ്രമേഹം വരുന്നത്, നമുക്കിന്നറിയാം. പക്ഷേ സായണന്റെ പ്രായശ്ചിത സുധാനിധി പറയുന്നത് എന്താണ്? കഴിഞ്ഞ ജന്മത്തിൽ ബ്രാഹ്മണന്റെ സ്വർണ്ണം അപഹരിച്ചതുകൊണ്ടാണ്. ഇത് നമുക്കറിയാം. അതിനെ പലതരത്തിലുള്ള മരുന്നുകൾ കണ്ടുപിടിച്ചിട്ടോ, മരുന്നുകൾ കഴിക്കുക, ഇൻസുലിൻ എടുക്കുക, ഒരുപാട് ജീവിതശൈലി നിയന്ത്രിക്കുക, ജീവിതശൈലി മാറ്റം വരുത്തുക, ഇതിലൂടെ നമുക്ക് പ്രമേഹത്തെ വരുതിയിലാക്കാൻ കഴിയും. പക്ഷേ പ്രായശ്ചിത സുധാനിധിയിൽ പറയുന്നത് എന്താണ്? ബ്രാഹ്മണന് സർവസ്വവും ദാനം ചെയ്താൽ ഷുഗർ കുറയും, അല്ലെ ആ രോഗത്തിൽ നിന്ന് മാറാം. ഇതാണ് ബ്രാഹ്മണികമായൊരു ലോകവീക്ഷണത്തിൻ്റെ അടിസ്ഥാനപരമായൊരു സ്വഭാവം എന്ന് പറയുന്നത്. അപ്പം വ്യതിരിക്തമായ ധാരകളെ സംസ്കൃതത്തിൻ്റെ പൊതുധാര ഒരിക്കലും അംഗീകരിച്ചിട്ടില്ല. സംസ്കൃതത്തിൻ്റെ പൊതുധാര എന്ന് പറയുന്നത് അടിസ്ഥാനപരം ബ്രാഹ്മണ്യത്തിന് കീഴ്പ്പെട്ടതെന്നുള്ളത്. അത് മനസ്സിലാക്കാൻ ഒരു ഉദാഹരണോടെ പറയാം. പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ, അദ്ദേഹം സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പറഞ്ഞു എന്നാണ് പറയപ്പെടുന്നത്.
കൂടുതൽ തെളിവുകൾ അതിനകത്ത് കിട്ടേണ്ടതായിട്ടുണ്ട്. കാരണം സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പറഞ്ഞ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മയാണ് 1930കളിൽ ക്ഷേത്രപ്രവേശന റിപ്പോർട്ട് എഴുതിയപ്പോൾ അവർണർക്ക് ക്ഷേത്രപ്രവേശനം കൊടുക്കരുത് എന്നാണ് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ എഴുതിയത്. എഴുതുക മാത്രമല്ല, ഈഴവരും പുലയരും പറയരും എല്ലാം തന്നെ ചണ്ടാളന്മാരാണെന്ന് എഴുതിയ ആളാണ് പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ. അപ്പോൾ ഈഴവരും പുലയരും പറയരും എല്ലാം ചണ്ടാളനാണ് എന്ന് എഴുതിയ പുന്നശ്ശേരി നമ്പി നീലകണ്ഠ ശർമ്മ സരസ്വതിക്ക് തീണ്ടലില്ലെന്ന് പറയുമോ? സരസ്വതിക്ക് തീണ്ടലില്ല എന്ന് പറഞ്ഞാൽ സരസ്വതിയുടെ കയ്യിരിക്കുന്ന എന്താ? വേദമാണ്. വരയ്ക്കപ്പെട്ട ചിത്രത്തിൽ കാണുന്നത് സരസ്വതിയുടെ കൈ വേദം ഇരിക്കുന്നുണ്ട്. ആ വേദത്തിൽ എന്താ എഴുതിയിരിക്കുന്നത് ഞാൻ ഉദ്ധരിച്ചു. ബ്രാഹ്മണൻ മുഖത്ത് നിന്നുണ്ടാകുന്നു എന്ന് പറയുന്ന പുസ്തകമാണ് സരസ്വതിയുടെ കയ്യിലിരിക്കുന്നത്. അതിൽ തുല്യതയുണ്ടോ? ഇപ്പം സരസ്വതിയല്ല ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത്. ഇന്ത്യയിൽ വിദ്യാഭ്യാസം കൊണ്ടുവന്നത് വലിയ ഡോക്ടർ ബി ആർ അംബേദ്കറിൻ്റെ, മഹാത്മാഫൂലെയുടെ ഒക്കെ പോരാട്ടത്തിൻ്റെ ഫലമായിട്ടാണ്. കേരളത്തിൽ തന്നെ അടിസ്ഥാന ജനവിഭാഗങ്ങൾ വിദ്യാഭ്യാസം ലഭിച്ചത് എങ്ങനെ? മഹാത്മാ അയ്യങ്കാളിയുടെ വലിയ സമരങ്ങളിലൂടെയാണ് കേരളത്തിലെ തദ്ദേശീയ ജനവിഭാഗങ്ങൾക്ക്, അടിസ്ഥാന ജനവിഭാഗത്തിന് വിദ്യയിലേക്ക് പ്രവേശിക്കാൻ കഴിഞ്ഞത്. അല്ലാതെ താമരപ്പൂവിനകത്തിരിക്കുന്ന ലേഡി കൊടുത്ത് കനിഞ്ഞനുഗ്രഹിച്ചതല്ല ഇന്ത്യയിലെ വിദ്യാഭ്യാസം. ഈ വിഷയം പുറത്തു വന്നപ്പോൾ വളരെ പെട്ടെന്ന് പ്രതികരിച്ചവരിൽ ഒരാളായിരുന്നു, അല്ലെങ്കിൽ ഒരു സംഘടനയായിരുന്നു യോഗക്ഷേമ സഭ. പ്രത്യക്ഷത്തിൽ അവർക്കൊരു റോളും ഇല്ലാത്ത ഒരു കാര്യമാണ്. വലിയ രീതിയിൽ അത്രയും രീതിയിൽ മാഗ്നിറ്റ്യൂഡുള്ള ഒരു വിഷയമായി യോഗക്ഷേമ സഭ എടുക്കാൻ പാടില്ലാത്തൊരു കാര്യമാണ്. പക്ഷേ അവർ പൊടുന്നതിന് പ്രതികരിച്ചു. അപ്പോൾ ഇതിൽ മറ്റൊരു കാര്യം കൂടി ഞാൻ ശ്രദ്ധിക്കുന്നത്, ഇത്തരത്തിലൊരു ദളിത് പൊളിറ്റിക്സ് അത്രയും അപ്ലിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു കാലത്ത് മറുവശത്ത് ഈ മേൽജാതിക്കാരുടെ പലതരത്തിലുള്ള സംഘടനകൾ കൂടുതൽ ശക്തിപ്പെടുന്നുണ്ട്. അപ്പോൾ അത്തരമൊരു സാഹചര്യത്തെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? ഇപ്പം മേൽജാതി സംഘടനകൾ അല്ലെങ്കിൽ സവർണ സംഘടനകൾ കൂടുതൽ ശക്തിപ്പെടുന്ന ഒരു കാലം എന്ന് പറഞ്ഞാൽ ഈ 2014 ശേഷം മോദി ഭരണം വളരെ കാര്യമായിട്ട് ഇന്ത്യയിൽ വരുന്നതോടുകൂടിയാണ്. അതായത് മോദിയുടെ ഹിന്ദുത്വ ഭരണം കേരളത്തിലെ, ഇന്ത്യയിലെ സവർണ ജാതി വിഭാഗങ്ങൾ അവർ അടിച്ചമർത്തൽ കൂടുതൽ ശക്തമാക്കാൻ പ്രേരണ ചെലുത്തിയിട്ടുള്ളത് ഒരു പ്രധാനപ്പെട്ട യാഥാർത്ഥ്യം. അത് നമ്മൾ കാണാതെ പോകരുത്. അതായത് മറ്റ് സാഹചര്യങ്ങളിൽ ഇതിനു മുമ്പ് ഈ പറയുന്ന സവർണ മേൽജാതി അജണ്ടകളില്ലെന്നോ അവരത് പ്രയോഗിച്ചിട്ടില്ലെന്നൊന്നും അർത്ഥമില്ല. പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ പരാന്നഭോജനികളായിട്ടുള്ള ജീവികൾ വളർന്ന് വികസിക്കുന്നത് പോലെ ഒരു സവിശേഷ കാലാവസ്ഥ, അതായത് തങ്ങൾ എന്ത് ചെയ്താലും അതിനെതിരെ ഒരു പ്രശ്നം ഉണ്ടാകില്ല എന്ന് കാണുമ്പോഴാണല്ലോ ഇതൊക്കെ തലപൊക്കാൻ തുടങ്ങുന്നത്. ഇപ്പം നോക്കൂ, കേരളത്തിൽ ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് എപ്പോഴാണ് ഹിന്ദുത്വം ഇത്രയധികം പിടിമുറുക്കാൻ തുടങ്ങിയത്? ഹിന്ദുത്വം ഇന്ത്യയിൽ ഒരു അഖിലേന്ത്യാ ഭരണ നേതൃത്വമായിട്ട് ഉയർന്നു വരുന്നതോടുകൂടിയാണ്. അതിനു മുമ്പ് ഇത്രയും ചാൻസലറും വൈസ് ചാൻസലറും അല്ലെങ്കിൽ സർവകലാശാല അധ്യാപകരും ഇത്രയും ഒരു സംഘർഷം നിലനിന്നിട്ടില്ല. ആ സംഘർഷം വരുന്നത് എന്തുകൊണ്ടാണ്? ആ സംഘർഷം വരുന്നത് മേൽജാതി അജണ്ടകൾ സ്ഥാപിക്കുന്ന രീതിയിലുള്ള ഹിന്ദുത്വ ഭരണം ഇന്ത്യയിൽ നിലനിൽക്കുന്നു എന്നുള്ളതാണ് ഇവർ കൂടുതൽ ശക്തിപ്പെടാനുള്ള പ്രധാനപ്പെട്ട കാരണം. അതുകൊണ്ട് ജാതി മറയില്ലാതെ ഇപ്പോൾ ആർക്കും പറയാൻ കഴിയും. ഇന്നലെ വരെ സ്വന്തം പേരിൻ്റെ അറ്റത്ത് ജാതി വാല് ചേർക്കാത്തവർ ഇന്ന് വളരെ മറയില്ലാതെ അത് പ്രയോഗിക്കുന്നുണ്ട്. ഇപ്പോൾ അടൂർ ഗോപാലകൃഷ്ണൻ്റെ വിഷയം വന്നല്ലോ. അപ്പോൾ സംഘപരിവാരം ആരുടെ കൂടായിരുന്നു? അപമാനം അനുഭവിച്ച ജനതയുടെ കൂടായിരുന്നോ? പുഷ്പവതിയുടെ കൂടായിരുന്നോ? അല്ല, അവർ അടൂരിനൊപ്പമായിരുന്നു. അടൂർ ഉന്നയിച്ച ഈ പറയുന്ന ദളിതർക്കും സ്ത്രീകൾക്കും ഫണ്ട് കൊടുക്കരുതെന്ന് പറഞ്ഞപ്പോൾ ദളിതർക്കും സ്ത്രീകൾക്കും ഫണ്ട് കൊടുക്കണമെന്ന് ഏതെങ്കിലും സംഘപരിവാർ ഹാൻഡിൽ നിന്ന് ഒരു ചെറിയ പ്രസ്താവനയെങ്കിലും ഉണ്ടായോ? ഉണ്ടായതേ ഇല്ല. വിപിൻ എന്ന് പറയുന്നത് ഒരു ദളിത് ഗവേഷകൻ ഹീനമായ ജാത്യധിക്ഷേപം അനുഭവിച്ച സമയത്ത് സംഘികൾ ആരുടെ കൂടായിരുന്നു? അപ്പോഴും സംഘികൾ അല്ലെങ്കിൽ ബ്രാഹ്മണ്യപക്ഷപാതികൾ വിജയകുമാരിയോടൊപ്പമായിരുന്നു. അപ്പോൾ ഈ സംഭവവികാസങ്ങളൊരു തുടർച്ച കാണിക്കുന്ന എന്താ? ഹിന്ദുത്വം അടിസ്ഥാനപരമായി സവർണപക്ഷമാണ്. അതുകൊണ്ട് ഹിന്ദുത്വം എന്ന് പറയുന്നത് സവർണ വർഗീയത തന്നെയാണ്. സവർണ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്ന വർഗീയതയുടെ പേരാണ് ഹിന്ദുത്വം എന്ന് പറയുന്നത്. അത് സവർണരെ കൂടി അടിമകളാക്കി മാറ്റുന്നു എന്നുള്ളതാണ്. സവർണരെ പോലും അതിൻ്റെ അടിമകളാക്കി നിലനിർത്തുന്നു എന്നുള്ളതാണ്. ഇനി നമുക്ക് യോഗക്ഷേമ സഭയുടെ ആ ഒരു കത്ത് ഇവിടെ ഒന്ന് വായിക്കേണ്ടതായിട്ടുണ്ട്. എല്ലാവരും കണ്ടതാണെങ്കിൽ കത്തുനിലൂടെ നമുക്ക് കടന്നു പോകേണ്ടതായിട്ടുണ്ട്. ആ പത്രക്കുറിപ്പിലൂടെ അതിൽ പറയുന്നത് ഇങ്ങനെയാണ്. 13/11/2025 ഈ പത്രക്കുറിപ്പ് പുറത്തു വന്നിട്ടുള്ളത്. ആ പത്രക്കുറിപ്പ് വായിക്കാം. കേരള സർവകലാശാല കാര്യവട്ടം ക്യാമ്പസിലെ ഗവേഷണ വിദ്യാർത്ഥിയായ വിപിൻ വിജയനെ സർവകലാശാലയിലെ ഓറിയൻ്റൽ വിഭാഗം ഡീനും സംസ്കൃത വിഭാഗം മേധാവിയുമായ ഡോക്ടർ CN വിജയകുമാരി ജാതീയമായി അധിക്ഷേപിച്ചതായുള്ള പരാതി അപലപനീയമാണെന്ന് യോഗക്ഷേമ സഭ സംസ്ഥാന കമ്മിറ്റി ആരോപിച്ചു. യാഥാർത്ഥ്യം മനസ്സിലാക്കാതെ അന്വേഷണത്തിന് ഉത്തരവിട്ട ഉന്നത വിദ്യാഭ്യാസ മന്ത്രിയുടെ നിലപാട് ശരിയല്ല. ഗവേഷണ പ്രബന്ധം അവതരിപ്പിച്ച വിപിൻ വിജയൻ തുടർന്ന് നടന്ന ഓപ്പൺ ഡിഫൻസിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകിയില്ലെന്ന് വൈസ് ചാൻസലർക്ക് ഡോക്ടർ CN വിജയകുമാരി നൽകിയ റിപ്പോർട്ടിൽ
വ്യക്തമാക്കിയിട്ടുള്ളതാണ്. ഈ വാചകമാണ് നമുക്ക് പരിശോധിക്കേണ്ടത്. സി എൻ വിജയകുമാരിക്ക് 2 കാര്യങ്ങളാണ് സി എൻ വിജയകുമാരി ചെയ്തത്. യൂണിവേഴ്സിറ്റിയുടെ പ്രോട്ടോകോളിൽ പറയുന്നത് അവരൊരു ഒബ്സർവറാണ്, നിരീക്ഷകയാണ്. പക്ഷെ അവർ ചെയ്തത് എന്താണ്? ഓപ്പൺ വൈവയിൽ ഇടപെട്ട് ചെയർപേഴ്സൻ്റെ കയ്യിൽ നിന്ന് മൈക്ക് വാങ്ങിച്ചു എന്ന് മാത്രമല്ല, ചെയർപേഴ്സൻ്റെ അനുമതിയില്ലാതെ സംസാരിച്ചു. തീസീസ് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. തീസീസ് വീണ്ടും സബ്മിറ്റ് ചെയ്യണമെന്ന് പറയാൻ ഡീൻ എന്ന നിലയ്ക്കും വിഭാഗ അധ്യക്ഷൻ എന്ന നിലയ്ക്കും വിജയകുമാരിക്ക് യാതൊരു അധികാരവും ഇല്ലാത്ത അധികാരമാണ് വിജയകുമാരി അവിടെ പ്രയോഗിച്ചത്. അപ്പോൾ ഈ പ്രസ്താവന തന്നെ സമ്പൂർണ്ണമായിട്ട് തെറ്റാണ്. ഇനിയും അതിനകത്ത് തെറ്റ്, ഇപ്പോൾ ഇതിലെ 2ാമത്തെ വാചകം, തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്തണമെന്ന് ആവശ്യപ്പെടുന്നവർക്കെതിരെ വ്യാജപരാതി നൽകിയും അവർക്കെതിരെ സൈബർ ആക്രമണം നടത്തിയും സ്വാധീനം കൊണ്ട് യോഗ്യത നേടിയെടുക്കുവാൻ ശ്രമിച്ചവർ ഇതിനു മുമ്പ് ഉണ്ടായിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ച് തിരുത്താൻ ശ്രമിച്ചു വിജയകുമാരി എന്നാണ് പറയുന്നത്. ഇനി തെറ്റുകളുണ്ടെങ്കിൽ തന്നെ തിരുത്താൻ പറയേണ്ടത് വിജയകുമാരിയല്ല. അത് പറയേണ്ടത് ഓപ്പൺ വൈവയുടെ ചെയർമാന്, എക്സ്റ്റേണൽ എക്സാമിനറായിട്ടുള്ള അനിൽ പ്രതാപഗിരിയാണത് പറയേണ്ടത്. ഇദ്ദേഹത്തിന് ഡോക്ടറേറ്റ് കൊടുക്കാനാണ് ശുപാർശ ചെയ്തത്. ഓപ്പൺ വൈവയിൽ ഒരു ചോദ്യത്തിന് പോലും മറുപടി നൽകിയില്ലെന്നുള്ള ഈ യോഗക്ഷേമ സഭയുടെ വാദം വസ്തുതാവിരുദ്ധമാണ്. കാരണം ഓപ്പൺ വൈവയിൽ വളരെ കൃത്യമായ ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞാൽ മാത്രമേ ചെയർപേഴ്സൺ എന്ത് ചെയ്യൂ? PhD അവാർഡ് ചെയ്യാൻ തീരുമാനിക്കൂ. അപ്പം വളരെ കൃത്യമായിട്ട് ഓപ്പൺ വൈവയ്ക്ക് ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് ശേഷമാണ് അനിൽ പ്രതാപഗിരി എന്ന് പറഞ്ഞ എക്സ്റ്റേണൽ എക്സാമിനർ PhD നൽകാൻ ശുപാർശ ചെയ്തിട്ടുള്ളത്. ഇനി ഇതുമായി ബന്ധപ്പെട്ട 2ാമത്തെ കാര്യം പരിശോധിക്കേണ്ടത്, അത് നമ്മൾ ആദ്യം സൂചിപ്പിച്ചൊരു വിഷയമാണ്. സൂപ്പർവൈസിങ് ടീച്ചറാണ് ഗൂഗിൾ മീറ്റിൻ്റെ ആണെങ്കിലും ഓഫ്ലൈനായിട്ട് പങ്കെടുക്കാനുള്ള ലിങ്ക് കൊടുക്കേണ്ടതും കത്ത് കൊടുക്കേണ്ട ചുമതല സൂപ്പർവൈസിങ് ടീച്ചറാണ്. ഇതിനകത്ത് ബഹളം ഉണ്ടാക്കിയ പലരും, തുടർച്ചയായി ചോദ്യം ചോദിച്ച പല ആളുകളും സൂപ്പർവൈസിങ് ടീച്ചറുടെ കത്തോ ഗൂഗിൾ മീറ്റ് ലിങ്കോ ലഭ്യമാവാതെയാണ് മറ്റ് അനധികൃത മാർഗത്തിലൂടെയാണ് ഇതിൽ പ്രവേശിച്ച് ബഹളം ഉണ്ടാക്കാൻ ശ്രമിച്ചതെന്നാണ് നമുക്ക് ലഭ്യമായ വിവരം. കാരണം തേജസ് നമ്പൂതിരി എന്ന് പറയുന്ന ആൾക്ക് ഇതിനകത്ത് ഇൻവിറ്റേഷൻ ലഭിച്ചോ എന്നുള്ളത് പരിശോധിക്കേണ്ടതാണ്. അപ്പോൾ ഇങ്ങനെ മായ എസ് എന്ന് പറയുന്ന ആൾ ആവശ്യപ്പെട്ടതാണ് റിസർച്ച് ഗൈഡ് സംസ്കൃതത്തിൽ സംസാരിക്കണം. അതിന് റിസർച്ച് ഗൈഡിൻ്റെ ഓപ്പൺ വൈവേ അല്ലല്ലോ അത്. റിസർച്ച് ഗൈഡിൻ്റെ ഓപ്പൺ വൈവേ അല്ലല്ലോ റിസർച്ച് ഗൈഡ് സംസ്കൃതത്തിൽ സംസാരിക്കാൻ. ഇനി സംസ്കൃതത്തിൽ തന്നെ സംസാരിക്കണമെന്ന് എന്തെങ്കിലും മാനുവൽ ഉണ്ടോ? ഒന്നുമില്ല. അതിനെ സംബന്ധിച്ച് നമ്മൾ സൂചിപ്പിച്ചു കഴിഞ്ഞു. ഇന്ത്യയിൽ ഒരിടത്തും അങ്ങനെ ഒരു നിയമമില്ല. സാൻസ്ക്രിറ്റ് ഓർ ഇംഗ്ലീഷ് എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്ക്. അപ്പോൾ ആ ഒരു ഓപ്പൺ വൈവയുടെ പ്രൊസീജിയർ എന്താണെന്ന് പോലും ആർക്കറിഞ്ഞുകൂടാ? യോഗക്ഷേമ സഭാ ഭാരവാഹികൾക്ക് അറിഞ്ഞുകൂടാ. അത് മനസ്സിലാക്കാതെയാണ് ഇവർ ഈ പ്രസ്താവന പുറപ്പെടുവിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അടിസ്ഥാനപരമായി PhDയുടെ പ്രൊസീജിയർ എന്താണെന്നെങ്കിലും കേരള സർവകലാശാല പുറപ്പെടുവിച്ച പ്രോട്ടോക്കോളെങ്കിലും യോഗക്ഷേമ സഭ ഒന്ന് വായിച്ചു നോക്കാൻ തയ്യാറാകണം. ഇതിനകത്ത് വളരെ കൃത്യമായിട്ട് അവർ ചെയ്തിരിക്കുന്നത് എന്താണ്? യോഗക്ഷേമ സഭയുടെ അടുത്ത പ്രസ്താവനയുടെ വാചകം ഇങ്ങനെയാണ്: ഡോക്ടർ സി എൻ വിജയകുമാരി ജനിച്ചു വളർന്നത് ഒരു ബ്രാഹ്മണ സമുദായത്തിലായതിനാൽ ജാതീയമായി അധിക്ഷേപിച്ചും വ്യാജപരാതികൾ നൽകിയും ഒറ്റപ്പെടുത്താൻ നടത്തുന്ന നീക്കത്തെ ശക്തമായി നേരിടുമെന്ന് പ്രസിഡന്റ് അഡ്വക്കേറ്റ് PND നമ്പൂതിരിയും ജനറൽ സെക്രട്ടറി PN ദാമോദരൻ നമ്പൂതിരിയും അറിയിച്ചു. ഈ വാചകത്തിലെ പ്രശ്നം നോക്കൂ. സി എൻ വിജയകുമാരിയെ ജാതീയമായി അധിക്ഷേപിച്ചു എന്നാണ് പറയുന്നത്. ഒരാൾ ഇന്ത്യയിൽ ബ്രാഹ്മണനാണെന്ന് പറഞ്ഞ് അധിക്ഷേപിക്കപ്പെടാറുണ്ടോ? ബ്രാഹ്മണൻ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഒരു പ്രിവിലേജാണ്. നിങ്ങൾ മേനോനെന്നോ നമ്പൂതിരിയെന്നോ വാല് ചേർത്താൽ അതൊരു പ്രിവിലേജാണ്. അതൊരിക്കലും അധിക്ഷേപമല്ല. അത് ഇന്ത്യയിലുള്ള മുഴുവൻ മനുഷ്യരും മറ്റ് ഈ പറയുന്ന ആളുകൾ ആദരവോടുകൂടിയാണ് കാണുന്നത്. അതുകൊണ്ടാണല്ലോ ഡോക്ടർ BR അംബേദ്കർ പറയുന്നത് മുകളിലേക്ക് പോകും തോറും ആഢ്യത്വവും താഴേക്ക് പോകും തോറും മ്ലേച്ഛത്വവുമാണ്. അപ്പോൾ ഒരു ബ്രാഹ്മണ സമുദായത്തിൽ ഒരാൾ ജനിച്ചു എന്ന് പറയുന്നത് എന്താണ്? പ്രിവിലേജാണ്. അത് താൻ അനുഭവിക്കുന്ന പ്രിവിലേജാണെന്ന്, തങ്ങൾ അനുഭവിക്കുന്ന പ്രിവിലേജാണെന്നുള്ളത് യോഗക്ഷേമ സഭയ്ക്ക് മനസ്സിലായി. അടിസ്ഥാനപരമായ സാമൂഹ്യ ശാസ്ത്ര ബോധം പോലും ആർക്കില്ല? യോഗക്ഷേമ സഭയ്ക്കില്ല എന്നാണ് ഇതിലൂടെ എല്ലാം തെളിയുന്നത്. അതുകൊണ്ട് സ്വജനപക്ഷപാതപരമായ നിലപാടാണ് യോഗക്ഷേമ സഭ അടിസ്ഥാനപരമായിട്ട് ഇതിനകത്ത് സ്വീകരിച്ചിട്ടുള്ളത്. ഇതിനകത്ത് സാമൂഹ്യ നീതിയുടെ പക്ഷമോ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സമത്വത്തിൻ്റെ പക്ഷമോ അല്ല യോഗക്ഷേമ സഭ കൈക്കൊണ്ടിട്ടുള്ളത്. അത് അടിസ്ഥാനപരമായിട്ട് വളരെ കൃത്യമായ ഒരു ബ്രാഹ്മണ്യ താല്പര്യ സംരക്ഷണമാണ് യോഗക്ഷേമ സഭ മുന്നോട്ട് വെച്ചിട്ടുള്ളത്. VT ഭട്ടതിരിപ്പാട് പറഞ്ഞ നമ്പൂതിരിയെ മനുഷ്യനാക്കുക എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴത്തെ യോഗക്ഷേമ സഭയുടെ പത്രക്കുറിപ്പ് മനുഷ്യരെ കൂടുതൽ പിന്നോട്ടടിച്ച് ബ്രാഹ്മണ്യവാദികളാക്കി മനുഷ്യരെ മാറ്റുക എന്നുള്ള നിലപാടാണ് യോഗക്ഷേമ സഭയ്ക്ക് എന്നുള്ളത് പറയാതെ വയ്യ.